ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ എപ്പിസോഡ് വിത്ത് ടോക്സ്. വിറ്റോക്സിന് കുറേ പ്രത്യേകതകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമ്മുടെ ഒഫീഷ്യൽ ചാനൽ, നമ്മുടെ ബ്രാൻഡ് നെയിമിൽ തന്നെയുള്ള ചാനലിലാണ് ഇപ്പം പുതിയ വീഡിയോസ് വിത്ത് ക്രൂ. യെസ്, വിത്ത് ക്രൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡപ്പ് വീഡിയോസ്, പോഡ്കാസ്റ്റ് വീഡിയോസ്, കൗണ്ടർ കൾച്ചർ വീഡിയോസ്, റോസ്റ്റിംഗ് വീഡിയോസ് ഇതൊക്കെ ഇടാൻ പോകുന്നത് വിത്ത് ക്രൂവിലായിരിക്കും. ഒപ്പം നമ്മൾ സ്പോട്ടിഫൈയിലും നമ്മുടെ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്പോട്ടിഫൈക്ക് നമുക്ക് നെയിം ഉണ്ടോ ഇല്ല, സ്പോട്ടിഫൈയിൽ നമ്മൾ വിത്ത് ടോക്സ് തന്നെ പറഞ്ഞിട്ട് വിത്ത് ടോക്സ് തന്നെയാണ്. അപ്പോൾ സ്പോട്ടിഫൈ നിങ്ങൾ വിത്ത് ടോക്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഓട്ടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. മുഖം കാണാതെ ഞങ്ങളുടെ കൊണയടി കേൾക്കണം എന്നുള്ളത് എന്തായാലും സ്പോട്ടിഫൈ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പോട്ടിഫൈയിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ ജോൺജോ നമ്മളെ വിട്ട് പിരിഞ്ഞു. അതെ, അല്ല, ജോൺജോ വിട്ടുപിരിഞ്ഞല്ല, നമ്മുടെ ജോൺജോ ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ മുടി സ്ട്രൈറ്റ് ചെയ്ത് ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ നടത്തി വന്നിരിക്കുകയാണ്. ജോൺജോ പറയൂ, പുതിയ രൂപവും പുതിയ ശരീരവും എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? അല്ല, ജോൺജോയ്ക്ക് പകരമാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോൺജോയ്ക്ക് പകരാകാൻ പറ്റുമോ? ഇത് ജോൺജോ കേട്ടാ എന്ത് അല്ലേ? മായാവി കുറെ നാളായിട്ട് അത് നമ്മൾ പരിചയപ്പെടുത്തിയില്ല. ജോൺജോയ്ക്ക് ഡെങ്കിപ്പനി ആയതുകൊണ്ട് ജോൺജോ റെസ്റ്റ് ആണ്, കുറച്ച് നാൾ കാണത്തില്ല. അപ്പം നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ജോൺജോ ഇല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജോൺജോയുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇപ്പോൾ കുറവാണ്. ജോണിന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് എല്ലാം പ്രാർത്ഥിക്കണം. ഡെങ്കുവിൽ നിന്നും മുക്തനായി വരുന്നത് വരെ നമ്മൾ ഫ്രണ്ട്സിനെ വെച്ചായിരിക്കും ജോണിന് പകരം ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മായാവിയെ നമ്മൾ കൊണ്ടുവരുന്നത്. മായാവി, വെൽക്കം ടു വിത്ത് ടോക്സ്. താങ്ക് യു. ഈ ബമ്പർച്ചിരി കാണുന്നവർക്ക് അറിയാം മായാവിയെ. മായാവി എന്നുള്ള ആ ഒരു പേരിൽ നമ്മൾ ബാലരമയിൽ കണ്ടത് കൂടാതെ മറ്റൊരു മായാവിയെ കണ്ടത് ബ്രില്യൻസ് ആണല്ലേ. ആൾക്കാർ ചിലപ്പോ വിചാരിക്കും വെറുതെ നമ്മള് വിളിക്കുന്നതായിരിക്കും എന്നുള്ള, പക്ഷെ ശരിക്കുള്ള ഇനിഷ്യൽ വി ആണ്. അമ്മയുടെ പേര്. അച്ഛന്റെ പേരെന്തായിരുന്നു? ബാബു. എന്താ മായാബി മായാവി ബി ഇടായിരുന്നല്ലേ? മായാവി ആക്കി. ശരിക്കും അവര് പ്ലാൻ ചെയ്തതാണോ? ഇങ്ങനെ ആക്കാൻ പറ്റുന്ന അങ്ങനെ പ്ലാൻ എപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത് വാവ് ഇതൊരു ഭയങ്കര ബ്രില്യന്റ് ഐഡിയ? കാരണം ഇത് ബാലരമ ഏകദേശം 50 വർഷമായിട്ടുണ്ട്, മായാവി 50 വർഷമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും മായാവി പോപ്പുലർ ആകുന്ന 56 വർഷമായിട്ട് ഞാൻ ഉണ്ടല്ലോ. മായാവി കോസ്റ്റ്യൂമിൽ ഇരിക്കുന്നുണ്ട്. പ്രായം അറിയാത്തത്. മായാവി ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര സീനിയറാണ്. മായാവി ഒരു കുടുംബിനിയാണ്, 4 കുട്ടികളുടെ അമ്മയാണ്, 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. വന്നതാണ് ഇളയ കൊച്ചിനെ, അല്ലല്ല മൂത്ത കൊച്ചിന്റെ ഇളയ കുഞ്ഞിന് പോളിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അമ്മൂമ്മയാണ്. കൊച്ചുമക്കളൊക്കെ ആയിരുന്നടേ. ഇല്ല, അത് നമ്മളൊരാളെ കൊണ്ടുവന്നിട്ട് തള്ളുന്ന ആൾക്കാർക്ക് അറിയാം. മായാവി നമ്മുടെ സതീർത്ഥിയാണ്. പാമ്പിനെ കൊണ്ട് തന്നെ വിഷപ്പെടുപ്പിക്കുക. സഹയാത്രികയാണ്. നമ്മുടെ കണ്ടംപററി ഏജിലുള്ള ആളാണ് മായാവി. അല്ല, ഈ ആൾക്കാർ അടി വന്നിട്ട് ഇനി പ്രപ്പോസൽ ആയിരിക്കാണ് മായാവിക്ക്, അങ്ങനെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞു. മായാവിയെ ബമ്പർ സീറ്റ് ആൾക്കാർ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം മായാവി ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു നമ്മളോട്. എനിക്ക് ഞാനൊക്കെ ബമ്പർ സീറ്റ് വരുന്ന കഴിയുമ്പോൾ മായാവി ബമ്പർ സീറ്റ് വന്നതാണ്. ഞാൻ മായാവിയുടെ പെർഫോമൻസ് ടി-വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും മഹാദേവനൊക്കെ ഒരു ഷെഡ്യൂളിൽ ഒരുമിച്ച്. പിന്നെ അല്ല അല്ല, ജോണിന്റെയും മായാവിയുടെയും ഞാൻ ആൺകുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഒരുമിച്ചാ വന്നത്. എല്ലാവരുടെയും സ്റ്റാൻഡപ്പ് ടി-വിയിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും ഞാൻ അതിലേക്ക് വരുന്നതും. നമ്മൾ പല ഷെഡ്യൂളുകളായിട്ടൊക്കെ. എനിക്ക് ഫസ്റ്റ് ഓർമ്മയാണ്, മായയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടത് ഓർമ്മയുണ്ട്. മായാവി അത് ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. മായാവി എങ്ങനെയുണ്ട്? ബമ്പർച്ചിരി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറെ തവണ ഞങ്ങളുടെ ബമ്പർച്ചിരി എക്സ്പീരിയൻസ് കുറെ പറഞ്ഞിട്ടുള്ളൂ. അതെ, ബമ്പർച്ചിരി എന്താ നല്ല. അല്ല, മായാവി വേണ്ടല്ലേ? എനിക്ക് ബമ്പർച്ചിരി പറയുന്നോ ഇൻട്രൊഡ്യൂസിന്റെ ആവശ്യമില്ല. എന്തൊരു അഹങ്കാരല്ലേ? അങ്ങനെയല്ല, ബമ്പർച്ചിരി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. ലൈഫ് ചേഞ്ച് ചെയ്തു ബമ്പർച്ചിരി എങ്ങനെ പോകണമെന്നല്ല, മായാവി അതുകൊണ്ട് എങ്ങനെ പോകണം ചേഞ്ച് ആയിട്ടുണ്ട്. 2020 ലോക്ക്ഡൌൺ സമയത്ത് ആൾക്കാർ അല്ല, എപ്പോഴും ഞാൻ ആലോചിക്കും, നമ്മുടെ ജോൺജോ ഫസ്റ്റ് ബമ്പർ അടിക്കുന്ന എപ്പിസോഡ് ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ടപ്പോൾ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് ഭയങ്കര എങ്ങനെയാണ് ഒരു ചക്ക ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ചിരിപ്പിച്ചതെന്ന് എനിക്കിങ്ങനെ അതിശയമായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു ദിവസം ഞാനും ഇങ്ങനെ പോകും. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനീറ്റയുടെ എപ്പിസോഡ്. അപ്പോൾ പെൺകുട്ടികളും ഇങ്ങനെ, അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെയൊന്ന് ചിരിപ്പിക്കുക, അങ്ങനെ ഒരു പരിപാടി നമുക്കറിയില്ല. അങ്ങനെ ഞാൻ വെറുതെ ഒരു വീഡിയോ, എൻ്റെ പേര് മായാവി എന്ന് ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ കളിയാക്കൽ കിട്ടുമല്ലോ.
അപ്പോൾ എൻ്റെ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ പേര് പറയുന്നത് മായവി എന്ന് തന്നെയാണ്. അന്ന് ഞാൻ മായെന്നേ പറയുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ എന്നെ കളിയാക്കും, മായവിക്കാകുമ്പോൾ ഡ്രസ്സ് ഉണ്ടല്ലോ, ഷഡ്ഡി മാത്രം പോലെ. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കും, ഇനി മടുത്ത് എന്തിനാകുമ്പോൾ എനിക്ക് പേരിട്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ ഫസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് ഫസ്റ്റ് എനിക്ക് വന്നു, സെക്കൻഡ് ആൻഡ് തേർഡ് മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ബമ്പറൊക്കെ അടിച്ചത്. ഞാൻ ഓർക്കുന്നു മായവിയുടെ ഒരു കരിയർ ഭയങ്കര കിടിലൻ ഗ്രോത്ത് പോലെയായിരുന്നു. അതായത് മായവി ഫണ്ണി ബോണ്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മായവി സംസാരിക്കും നമുക്കറിയാം. അപ്പം ഞാൻ TV കാണുമ്പോൾ ഫസ്റ്റ് പെർഫോമൻസ് മായവി 5000 ഒരു ശരി, അവിടെ 3 പേരാണ് വിളിച്ചിരിക്കുന്നത്, 5000 ആയിരുന്നു. അപ്പം ഞാൻ നോക്കിയിരുന്നു, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാനവിടെ ഹിന്ദി പഠനം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മായവി വീണ്ടും വന്നു, രണ്ടാമത് മായവി 15 അടിച്ചു, മായവി തേർഡ് വന്ന് 50 ബമ്പർ അടിച്ചു. മായവി എനിക്ക് 12 എപ്പിസോഡെങ്കിലും ഫസ്റ്റ് സീസൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ 6 ബമ്പറെങ്കിലും അടിച്ചിട്ടുണ്ട്, 5-6 ബമ്പർ അടിച്ചു. ഈ സീസണിൽ മായവി നമ്മൾ പോകുന്നില്ലെങ്കിൽ മായവി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തു. മായവി ആ കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള ലെവൽ ഒരു സ്റ്റഡി ഗ്രോത്ത് ബിൽഡ് ചെയ്ത ആളാണ്. പിന്നെ വേറെ കുറേ എന്ന് വെച്ചാൽ ഞാൻ കോമഡിയൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു, എനിക്ക് കുറേ നമുക്കിപ്പോൾ സമൂഹത്തിൽ വന്നത് ഉണ്ടല്ലോ കുത്തലിപ്പം എനിക്കിപ്പോൾ കുട്ടിയില്ലാത്ത കാര്യം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്കുള്ള മറുപടിയൊക്കെ ഞാൻ ഹാസ്യവൽക്കരിച്ച് അതിലൂടെ പറയാറുണ്ട്. അപ്പോൾ അതിനിടയിൽ ചില കമൻറ്റ് 2 പേരെങ്കിലും വന്ന് പറയും അത് ശരിക്കും ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് സമൂഹത്തിനോട് പറയാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസൊക്കെ റേഷൻ കടക്കാരൻ പോലും കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാനത് കോമഡി വൽക്കരിച്ചൊക്കെ അവിടെ ചെന്ന് പറയാൻ എനിക്കൊരു അവസരമായിട്ട് കാണുന്നുണ്ട്. ഇത് സിനിമ ആഗ്രഹം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, അതോ ജസ്റ്റ് TV ഷോ? സിനിമ എല്ലാവരും മനസ്സിലുണ്ടല്ലോ. ഞാൻ ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് അറ്റത്തും മൂലയ്ക്കൊക്കെ എന്നെ ഒന്ന് കാണുക എന്ന് പറയുന്ന പോലെ ഒന്ന് വന്നതാണ്. പക്ഷേ ആഗ്രഹമുണ്ട്. അല്ല, സ്റ്റാൻഡപ്പ് ചെയ്യാൻ വന്ന കുറേ ആളുകൾ സിനിമ അസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം അനീറ്റയൊക്കെ ശരിക്കും അനീറ്റയുടെ പ്ലാൻ അഭിനയിക്കണം, സ്കിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ വന്നത്, പിന്നെ പതുക്കെ സ്റ്റാൻഡപ്പിലേക്ക് ആയിപ്പോയതാണ്. മായവി അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി അല്ല. തമാശ പറയുമെന്ന് ആരാ ആദ്യം പറഞ്ഞത്? തമാശ പറയുമെന്ന് എല്ലാവരും പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പിള്ളേർ നമ്മൾ ഈ ചളി പറയാന്നൊക്കെ പറയില്ല, അതുപോലെ ചിലപ്പോൾ ചിലത് ചീറ്റി പോകും, പിന്നെ അതിനെപ്പറ്റി കളിയാക്കലൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള കുറച്ച് ഫണ്ണിയൊക്കെ ആകുമ്പോൾ ചില പിള്ളേർ പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ അയച്ചു കൊടുക്കുക, അവരിന്ന് കേട്ടാൽ എൻ്റെ പൈസയൊക്കെ കിട്ടും, ഇങ്ങനെ തമാശക്കൊക്കെ പറഞ്ഞു. അങ്ങനെ എപ്പോഴും അത് ഞാൻ സീരിയസ് ആയിട്ട് കണ്ട് അങ്ങനെ ചെയ്താൽ ഫണ്ണിയായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മളെയൊക്കെ കണക്ട് ചെയ്തൊരു ഫാക്ടർ എനിക്ക് തോന്നുന്നു, നമ്മളൊക്കെ ഏകദേശം ഒരു ലൈഫ് സ്ട്രഗിളിൽ കൂടെ പോകുന്നവരായിരുന്നു ബമ്പർച്ചിരി വരുന്ന സമയത്തേക്ക്. എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല, അങ്ങനെ പാഷനേറ്റായിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുമല്ല. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സെറ്റായി വന്നത്. ഇവൻ മാത്രമേ ഉള്ളൂ നമ്മളായിട്ട് ഒത്തുപോകാത്ത വേറൊരു ക്ലാസ്സിൽ കിടക്കുന്നതാണ്. മറ്റേ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം, ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് കരിയർ നോക്കണം, പാഷനേറ്റ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ആള് നമ്മൾ അങ്ങനെയല്ല. എനിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് ദീപകിന്റെ സ്റ്റാൻഡപ്പ് കാണുമ്പോഴത്തേക്കും മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫൺസ് അപ്പോൺ ടൈമിലാണോ? ടൈമിലുണ്ടായിരുന്നു. സ്റ്റാൻഡപ്പിൽ റീൽ ആദ്യം ഇവിടെ വൈറലാവുന്ന ദീപുവിന്റെയാണ്. അതെ, അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ദീപകിന്റെ ഇതൊക്കെ എടുത്ത് വെച്ച് ഞാനിങ്ങനെ മുന്നേ ദീപകിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അല്ല, ഇത് സ്റ്റാൻഡപ്പ് എന്ന ഫോർമാറ്റ് പോലും അറിയാത്ത കുറെ ആൾക്കാർ ഇവരുടെ വൈറൽ വീഡിയോസ് കണ്ടു. ജോണിന്റെ ദീപകിന്റെ വൈറൽ വീഡിയോസ് നേരത്തെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ എന്താ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ഒരു ഷോയിലോ എന്തിലോ വന്ന ആൾക്കാർ ഫസ്റ്റൊക്കെ നമ്മൾ ചിലപ്പോൾ ചിലവർ പറയാം മറ്റേ മോണാക്ട് അല്ലേ ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെയാണ് പറയുന്നത്. മോണാക്ട് അല്ലേ, മിമിക്രി അല്ല, ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ അറിയില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇപ്പം മറ്റേ ഒരു വീട്ടിലൊരു സ്റ്റാൻഡപ്പ് കോമഡി വെച്ചിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബറും ഒരു സ്റ്റാൻഡപ്പ് കോമഡി. മായാവി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ആൾക്കാർക്കും റിലേറ്റബിൾ ആണ്, മായാവിയുടെ കണ്ടന്റ് റിലേറ്റബിൾ ആണ്. അപ്പോൾ ആൾക്കാർക്കും റിലേറ്റബിൾ ആണെന്നൊരു കണ്ടന്റ് പോഡ്കാസ്റ്റിന് പിടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വന്ന ജീവിത സാഹചര്യങ്ങൾ കണക്ട് ചെയ്ത ആൾക്കാർക്ക് കേരളത്തിൽ മൊത്തം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ആണ് മെജോറിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആളുകൾക്ക് റിലേറ്റബിൾ ആവുന്ന മിഡിൽ ക്ലാസ് തിങ്സ് ഇൻ കേരള എന്നൊരു മോഡലായിരിക്കും നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ് അല്ലാത്ത തേണ്ടിയുണ്ട്. അപ്പർ ക്ലാസ് ഇങ്ങനെ ദീപക് ഇങ്ങനെ ഇല്ല ഞാൻ മിഡിൽ ക്ലാസ് തന്നെ. ഞാൻ വളർന്നത് മിഡിൽ ക്ലാസ് തന്നെ. എൻ്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ വളർന്ന മിഡിൽ ക്ലാസ് തന്നെ. എൻ്റെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി എന്നുവെച്ചാൽ ദീപക് ഇപ്പൊ അപ്പർ ക്ലാസ് ആണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എന്ന് പറയണമെന്ന് ദീപക് ഇല്ല. എന്താണ് മിഡിൽ ക്ലാസ്? വളർന്നപ്പോ എന്റെ വീട്ടിലുണ്ട് സോപ്പ് പെട്ടി രണ്ടാക്കുന്നതും ഷാമ്പൂ ഇടാതെ വെള്ളം ഒഴിക്കുന്നത് എന്റെ വീട്ടിലുള്ള. അപ്പൊ ആദ്യം പറയാം എന്താണ് മിഡിൽ ക്ലാസ്? മിഡിൽ ക്ലാസ് ആയോണ്ടല്ലോ, അത് നമ്മൾ മലയാളികളായോണ്ടല്ലോ. അല്ല, അപ്പൊ എന്താണ് മിഡിൽ ക്ലാസ്? മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ മഹാദേവൻ എന്താ ഓർമ്മ വരുന്നത്? മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ മഹാദേവൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രീം റിച്ച് അല്ല, ഭയങ്കര എല്ലാ കാര്യങ്ങളും പ്രിവിലേജൊന്നും ആയിരിക്കില്ല. പക്ഷെ
നമ്മൾ പോവർട്ടി ഒന്നും ഫേസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല. ബേസിക് പരിപാടികൾ നടന്ന് എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോണ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനം ആണ് ഞാൻ മനസ്സിലാക്കി. മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എന്താ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അധികമായിട്ട് വലിയ എനിക്ക് തോന്നുന്നു കുറേ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറയാം. ഇപ്പം കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ചില ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ വേണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അറിയാം ഇത് മേടിച്ച് തരാൻ അമ്മയ്ക്കും അച്ഛനും പൈസ ഉണ്ടാവില്ല. അപ്പം നമ്മളത് അടക്കി വെക്കും. എന്നിട്ട് അടുത്ത തവണ നമ്മൾ അരി മേടിക്കാനാണ് കട വിടുമ്പോൾ അത് 2 രൂപ നമ്മൾ നോക്കും. എന്നിട്ട് ഇല്ലാത്ത കണക്കൊക്കെ വീട്ടിൽ പറഞ്ഞ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അവരെ സങ്കടപ്പെടുത്തുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം മിഡിൽ ക്ലാസ്സിനുള്ള പരിഹാരം മോഷണമെന്നല്ല, നമുക്കറിയാം അവരെ നമ്മുടെ അടുത്തേക്ക് ഒരു ഫീലിങ്സുകൾക്ക് നമുക്ക് അറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് കേൾക്കുന്നതിന് മോഷണം എന്ന് പറയരുത്. എടുക്കുകയാണല്ലേ. എന്നാൽ വീട്ടിൽ നിന്ന് കേൾക്കാത്ത ആരും ഉണ്ടാകും, അത് മോശമായിട്ട് കൂട്ടരുത്. അതെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ നോർമൽ അല്ല. അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അധികമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന പോലെ ചിലർക്കിപ്പം എന്താ അവരെ പോലെ ആകണം നമ്മുടെ ഉള്ളിലുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അടക്കി പിടിച്ച് വെക്കൂലേ. മിഡിൽ ക്ലാസ് ഒരു അങ്ങനെയൊക്കെ. എന്താണ് ഡാറ്റാസ്, എന്താണ് മിഡിൽ ക്ലാസ് എന്താണെന്നാണ് പറയുന്നത്? മിഡിൽ ക്ലാസ് അല്ലേ? നമുക്ക് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറെ ഗവൺമെന്റ് എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ള വീട് മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ കുറച്ച് ആൾക്കാർ ഇച്ചിരി റിച്ച് ആണല്ലോ. അപ്പൊ അവര് സെപ്പറേറ്റ് മിഡിൽ ക്ലാസ് കാണും. അവര് നമ്മൾ അവര് നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, ഒരു 15 to 20 ലക്ഷം രൂപ റേഞ്ചുള്ള കാറുള്ള ഒരാള് കുറച്ച് 1 കോടിയുടെ കാറുള്ള ആളെ കാണുമ്പോൾ നോക്കുമ്പോൾ പുള്ളി വിചാരിക്കുന്നത് മിഡിൽ ക്ലാസ് ആണെന്നായിരിക്കും. മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ആണ് മിഡിൽ ക്ലാസ്. കാരണം എന്റെ അച്ഛൻ ബിസിനസ് ചെയ്ത് പിന്നെ കുറച്ച് നന്നായിട്ടുണ്ട്, അതുണ്ട് ഞാൻ ഇല്ലെന്ന്. പക്ഷെ എന്നാലും മിഡിൽ ക്ലാസ് ഇപ്പോഴും ഉണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ കുറച്ചു മുമ്പ് വായിച്ചപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ 31% മിഡിൽ ക്ലാസ് ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തം. അത് 2047 60% ആവും എന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്കയിൽ മിഡിൽ ക്ലാസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ്റെ എന്തോ പ്രശ്നം കാരണം, അതായത് എല്ലാത്തിൻ്റെ വില കൂടുന്നതുകൊണ്ട് ഒന്നെങ്കിൽ ആൾക്കാർക്ക് ഇതേപോലെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ കാശുള്ളവന് ഭയങ്കര കാശുണ്ടാക്കുന്നുണ്ട്, ഈ ഓണർഷിപ്പ് ഉള്ളവൻ. അപ്പം ഇതിന്റെ നടുക്ക് വരുന്നവരാണ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ്സിൽ നിന്ന് താഴോട്ട് പോവുകയാണ്. അതായത് അസറ്റ്, അതായത് ഇപ്പം നമുക്കൊരു ഭൂമി, ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് അപ്പർ ക്ലാസ്. അവര് റെന്റ് ചാർജ് ചെയ്യാണ്. അപ്പോൾ ഇവരിങ്ങനെ റെന്റ് കൂട്ടി വരുമ്പോൾ ഇവരുടെ കയ്യിലുള്ള കാശ് കൂടെയാണ്. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എന്ത് പറ്റും, അവർ മിഡിൽ ക്ലാസ് താഴോട്ട് ലോവർ ക്ലാസ്സിലോട്ട് പോലും. അപ്പം ഇതേപോലെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്തതാണ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് ഡേറ്റ നോക്കാതെ പറയുകയാണെങ്കിൽ അതാണെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ 30 എന്ന് പറയുമ്പോൾ ബാക്കി 70 to 60 ലോവർ ക്ലാസ് ആയിരിക്കും. അതായത് കഷ്ടപ്പാടിന് അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു 10% അപ്പർ ക്ലാസ്. അതിലും കൂടുതലാണ് അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അല്ല, അതിനെ കാട്ടി കുറവായിരിക്കും നമ്മൾ ഈ അപ്പർ ക്ലാസ്. ലെവൽ ഓഫ് അപ്പർ ക്ലാസ് ഇപ്പം നമ്മൾ അംബാനിയൊന്നും നോക്കണ്ട. അംബാനി വെച്ചാൽ ടോപ്പ് 1 ഇൻ ഇന്ത്യ. അതിന്റെ താഴെ നിൽക്കുന്ന അപ്പർ ക്ലാസ് എന്നൊരു പെർസെന്റേജ് ഉണ്ടാവും. പിന്നെ പക്ഷേ മെജോറിറ്റി ആൾക്കാർ ലോവർ ക്ലാസ് ആയിരിക്കും. അതായത് അതായത് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, പിന്നെ ചിലപ്പോൾ അസുഖം വന്നാൽ പെട്ടെന്ന് മരിച്ചു പോകാൻ സാധ്യതയുള്ള, അത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനത്തെ മിനിമൽ സൗകര്യങ്ങളില്ലാത്ത, ചിലപ്പോൾ വീട് പോലും അതിനകത്ത് കാണത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇന്ത്യയിൽ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമ്മളെല്ലാവരും ടോപ്പ് 10% വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് 10 എനിക്ക് തോന്നുന്നത് മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ, എൻ്റെ ഒരു കോൺസെപ്റ്റ് മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുകയും ഉള്ളിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുകയും ചെയ്യുന്നവരെ മിഡിൽ ക്ലാസ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് അവർക്ക് വീട് കാണും, കുഴപ്പമില്ലാത്തൊരു വീട് കാണും, ചിലപ്പോൾ ഒരു വണ്ടിയും കണ്ടേക്കാം, അവരുടെ കൂട്ടത്തിൽ ഏണിങ് ആളും ഉണ്ടായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ തോന്നും, പക്ഷെ ഇന്റേണലി അവർ ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് എവിഡൻ്റ്ലി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിയാവുന്ന ആൾക്കാർ ലോവർ ക്ലാസ്. അത് മോശം എന്നല്ല, അത് ഫിനാൻഷ്യലി ഇവർ ലോവർ ആണെന്നുള്ളത് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മൈൻഡ് സെറ്റ് സാധനമാണ് അത്. ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ എനിക്കറിയാവുന്ന ഈ റിസ്ക് എടുക്കുന്നവർക്കാണല്ലോ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്, കൂടുതൽ കാശ് കിട്ടുന്നത്. അപ്പം മിഡിൽ ക്ലാസ് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ പറയും ആൾക്കാരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം നമ്മൾ വീണ്ടും ജോലിയിലോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും അതേ സർക്കിളിൽ തന്നെ നിൽക്കുകയാണ്. അതായത് ഇതേപോലെ നമ്മുടെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നമ്മളൊരു 30,000 രൂപയുടെ ഒരു ജോലി നിൽക്കുകയാണെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവില്ല, അല്ലേ? കാരണം നമുക്ക് അത്രത്തോളം ചിലവുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം ചിലവുണ്ടെങ്കിൽ 1 ലക്ഷം ശമ്പളമുള്ള ഒരാൾക്ക് 50,000 ഇട്ടിട്ട്
അയാൾക്ക് ഒരു പോയിന്റ് കഴിയുമ്പം ഒരു പക്ഷേ അയാൾക്ക് ജോലി കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് അയാൾക്ക് ചിലപ്പം അയാളുടെ സേവിങ്സിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധനത്തിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ നമ്മുടെ വീട്ടിൽ ഞാൻ വളർന്ന സമയത്തും അങ്ങനെയൊന്നും ഇൻവെസ്റ്റ് ചെയ്യൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ പാരൻസ് ഒക്കെ ബാങ്കിൽ പോയി പൈസ ഇടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇതേപോലെ നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പുള്ളിയുടെ പ്രശ്നം. 2 ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നു. നമ്മൾ പറഞ്ഞു ഇതിനൊന്നും പൈസ ഇല്ല. എല്ലാവരും ഇപ്പൊ ദീപു പറഞ്ഞ കാര്യം മനസ്സിലാകാത്തവരാണ് മിഡിൽ ക്ലാസ്. മനസ്സിലായോ? മയക്കൊല്ലം മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളിത് ഇതാണ് അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വ്യത്യാസം. അല്ല, റിസ്ക് എടുക്കാത്തതാണ്. മായാവിക്ക് ട്യൂഷന് പോയൊരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ. അറിയാൻ എന്തൊക്കെയോ. എന്നിട്ട് ദീപം ആദ്യം ഞാനും ഇത് ചെയ്തിട്ടുണ്ടെന്ന് ദീപം പറഞ്ഞു. അതായത് ഞങ്ങളുടെ വീട്ടിലും സോപ്പ് മുറിച്ചിട്ടുണ്ട്. അപ്പം മിഡിൽ ക്ലാസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും പെട്ടെന്ന് പറയുന്ന ഒരു സാധനമാണ് വീട്ടിലെ സോപ്പ് മുറിച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ വീട്ടിൽ ആദ്യം എനിക്ക് തോന്നുന്നു കഷ്ണങ്ങൾ ഈ ചെറിയ സോപ്പുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലെക്സ് അല്ല, ലൈഫ് ബോയ് ആണ്, ചുമന്ന ലൈഫ് ബോയ് കിട്ടുമെന്ന്. അത് എളുപ്പം അലിഞ്ഞു പോകത്തില്ല. അപ്പം അതാണ് മിഡിൽ ക്ലാസ്സിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ 30 രൂപയ്ക്കോ 20 രൂപയ്ക്കോ സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യണം, അത് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ആദ്യത്തെ ഒരാഴ്ച കവർ പ്ലാസ്റ്റിക് ഇല്ല, കവർ വേറെ ദിവസം എടുത്ത് അത് കവറിനകത്ത് കുറച്ച് സോപ്പ് പറ്റി പിടിക്കും, അത് വെച്ച് ഒരു ദിവസം കുളിക്കും. എന്നിട്ട് ഇത് 4 കഷ്ണിക്കും. ആ 4 കഷ്ണിക്കുന്ന ഓരോന്നും എടുത്ത് വെച്ച് അത് തീരുമ്പോഴേ അടുത്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ സോ ലെക്സ് പോലുള്ള പ്രീമിയം സോപ്പുകൾ എളുപ്പം അലിഞ്ഞു പോകും. ഈ ലൈഫ് ബോയ് കുറച്ചോ നിൽക്കും. ബാർ സോപ്പിന്റെയും സാധാ സോപ്പിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന സാധനമാണ് ചുമന്ന ലൈഫ് ബോയ്. ലൈഫ് ബോയ്ക്കാർ എന്നോട് ക്ഷമിക്കട്ടെ, ഇപ്പൊ എനിക്കൊന്നും അത് ഇറക്കുന്നില്ല. ലൈഫ് ബോയ് ഇറങ്ങുന്നു. ലൈഫ് ബോയിന്റെ ആഡ് ഉണ്ടല്ലോ ഒരു ലൈഫ് ബോയ്ക്ക് പിന്നെ ഒത്തിരി ഇതായി, ഫ്ലേവേഴ്സ് ആയി. ഇപ്പൊ ആപ്രിക്കോട്ട് അങ്ങനെയൊക്കെയാണ് ലൈഫ് ബോയ്. ഇപ്പോഴും ലൈഫ് ബോയ് ആണ് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു അഫോർഡബിൾ സോപ്പ് ലൈഫ് ബോയ് തന്നെയാണ്. ലൈഫ് ബോയ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു. ഈ പിന്നെ ചിലരുണ്ട്, ഈ പിന്നെ എൻ്റെ ഒക്കെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൊക്കെ ഡ്രസ്സ് ഒരുപാട് ഡ്രസ്സ്, അവൾ പുതിയ ഡ്രസ്സ് മേടിക്കുമ്പം അവൾ ഇന്ന ഡ്രസ്സൊക്കെ അവൾ കൊണ്ടുവന്ന് വേറെ ആർക്കെങ്കിലും അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ കൊടുക്കും. ഞാനൊക്കെ ഇട്ട് പകുതി എടുത്തിട്ട് ചവിട്ടിയായിട്ട് യൂസ് ചെയ്യും, ചില ബാക്കി എടുത്തിട്ട് അമ്മ തലവണറക്കകത്ത് വെക്കും. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുമ്പോഴേക്കും ഈ തലയണക്കവരെടുത്ത് വീണ്ടും മഴ വീടും. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം എന്നോട് ചോദിക്കും നീ ഡ്രസ്സൊന്നും ഇങ്ങനെ കൊടുക്കാറില്ല. ഞാൻ പരമാവധി നമ്മളത് ഇട്ടിട്ട് നല്ലപോലെ യൂസ് ചെയ്ത് അങ്ങനെ. മിഡിൽ ക്ലാസിന്റെ ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ എപ്പോഴും ഡ്രസ്സ് പർച്ചേസ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അത് മുകളിലേക്കുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ അവര് ആവശ്യങ്ങളില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുകയും, മിഡിൽ ക്ലാസിന്റെ രീതി എന്ന് വെച്ചാൽ ഓണം വരുമ്പോൾ പർച്ചേസ് ചെയ്യുക, വർഷത്തിലേക്ക് ഒരു പർച്ചേസ് നടത്തുക, എന്നിട്ട് നമ്മുടെ അടുത്തുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സ് കൂടി എടുക്കുക. അതായത് ഇപ്പൊ ഞാൻ എന്റെ മാമന്റെ ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതായത് മാമനിട്ട് ഉപയോഗിച്ച ഡ്രസ്സ്, മാമന്റെ ജീൻസ്. അപ്പൊ ഞാനാണെങ്കിൽ അനീസിക്കനെ കണ്ടപ്പോ പറഞ്ഞു, അനീസിക്ക നിങ്ങളിപ്പോ ഫുൾ മറ്റേ ബാഗി ജീൻസ് ആയല്ലോ, നിങ്ങൾ ട്രെൻഡ് പിടിച്ചല്ലോ. പറഞ്ഞത് മാമയ്ക്ക് സ്കിന്നി ജീൻസ് ആണെന്ന്. ഇത് 20 വർഷം മുന്നേ മാമനിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ചേട്ടനെടുത്ത് ഡ്രസ്സ് അനിയന് കൊടുക്കുക. ഇത് മിഡിൽ ക്ലാസ്സിന് തിങ് അതാണ്. ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് അത് അങ്ങോട്ടേക്ക് കൊടുക്കുക, മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് റൗണ്ട് ഇതിനെ റീസൈക്കിൾ ചെയ്യുക. ഇത് ഓൾട്ടർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, വലിയ ജീൻസ് ഓൾട്ടർ ചെയ്ത് കുട്ടികൾക്ക് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കുക. അല്ലെങ്കിൽ തലയണ കവറാക്കുക, ബിരിയാക്കുക, തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുക, കീറിക്കഴിഞ്ഞാൽ. ഇതാണ് ഒരു മിഡിൽ ക്ലാസ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീട്ടിൽ പോയി എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ പേരൻസ് മിഡിൽ ക്ലാസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ചെലവാക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട്. നമ്മൾ മിഡിൽ ക്ലാസ്സുകാരിങ്ങനെ ആഗ്രഹിക്കും. ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് ദീപക്ക് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് നമുക്ക് പ്രശ്നമില്ല. സമയം എൻ്റെ വീട്ടിലൊക്കെ മോട്ടറിൽ സൗണ്ട് കേൾക്കുമ്പോൾ ഓട്ടാ, അത് നിർത്ത് എടുത്താൽ അങ്ങോട്ടോട് ഒരു എല്ലാവരും ഈ ഒരു കണക്റ്റഡ് ആയി. അത് ഇപ്പോൾ കറണ്ട് ബില്ല് തന്നെ വരികയാണെങ്കിൽ അതെന്താ വന്നത്, കഴിഞ്ഞ മാസം ഇതും കൂടെ താലിയാക്കി നോക്കുക, അതെന്താ കൂടിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മളിരിക്കുമ്പോഴത്തേക്ക് വെറുതെ മുമ്പ് ഫാൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തേക്ക് കൂടി ഇങ്ങനെ ഇത് ഉയർന്നു പോകാൻ സമ്മതിക്കരുത്. ഇത് ഈ സംഭവം ഇങ്ങനെ നിൽക്കണം, എന്തെങ്കിലും രീതിയിൽ കാൽക്കുലേഷൻ പുറത്തേക്ക് പോയാൽ ക്രൈസിസ് ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ മിഡിൽ ക്ലാസിന്റെ പ്രശ്നം. അതെ, ഒരു ചലനം തെറ്റിപ്പോയാൽ സ്ഥിരമുള്ളത്. അപ്പൊ അതാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ മൊത്തം പ്രശ്നമാവും. ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും സംഭവിച്ചാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോഴാണ് എന്താ പറയുക, വെക്കേഷൻ ടൂർ പോവുക എന്നുള്ളത് പോസിബിൾ ആവാതിരിക്കുക. സ്കൂളിൽ നിന്ന് ടൂർ, നീ സ്കൂളിൽ വെക്കേഷൻ ടൂർ, ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞില്ല, മായാവി അമ്പലത്തിൽ പോകുമ്പം കളിപ്പാട്ടം കണ്ട മേടിക്കാൻ പറ്റാത്ത പരിപാടി തന്നെ. സ്കൂളിൽ പഠിക്കാൻ പോലും 1 ഡേ ടൂറിനൊക്കെ ഇപ്പോൾ ഒരു 500 രൂപ അടുത്താവും. അപ്പോൾ എനിക്കറിയാം 500 രൂപയുടെ വില എന്താണെന്നുള്ളത്. എന്നുവെച്ചാൽ ആ സമയത്ത്, ഇപ്പോഴും അറിയാം, ആ സമയത്ത് എന്നുവെച്ചാൽ 500 രൂപ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ചിലവ് കുറച്ചാണ്. നമ്മൾ എന്ന് വെച്ചാൽ അത്യാവശ്യം
ഭയങ്കരമായിട്ട് വലുതായിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം പക്കയാണ്, പക്ഷെ നമുക്ക് അത്ര ചിലവ് വരാറില്ല. നമ്മൾ ഈ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ലിമിറ്റ് ചെയ്തിട്ടാണ് തന്നെ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 500 രൂപ പരിപാടി കൊണ്ട് നമ്മൾ സുഖമായിട്ടൊക്കെ 1-2 ആഴ്ചയൊക്കെ എന്ന് വെച്ചാൽ ഫുഡിനുള്ള പരിപാടിയാണ്. 500 രൂപയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് 500 രൂപ കളഞ്ഞ ഇവർ എക്സ്ട്രാ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ക്ലാസ്സിലും ഒന്നും പോയിട്ടില്ല. ടൂറിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഈ മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ പറഞ്ഞില്ല, മറ്റേ ഓണത്തിന് പർച്ചേസ് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ആനുവലി ഒരു പർച്ചേസോ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൂറോ പരിപാടിയോ അത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത് പറ്റിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല. നമ്മൾ 4 പേരോടെ പോയിട്ട് ഇതുവരെ ഷോപ്പിംഗ് എന്നുള്ളൊരു സാധനത്തിൽ പോയിട്ടില്ല. ആരെങ്കിലും നമുക്കിപ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മുടെ ഇതിലിപ്പോൾ എന്തെങ്കിലും വിഷുവിന് നമുക്ക് പൈസ കിട്ടി, നമുക്ക് എന്തെങ്കിലും വേണേൽ മേടിക്കാം, അല്ലെ നമുക്കൊരാൾ ഡ്രസ്സ് മേടിക്കാൻ പൈസ തന്നു, നമുക്ക് പോയി മേടിക്കാം. ഞാൻ അവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് മേടിക്കുക, ഇപ്പോൾ ഒരു പെയർ സാധനം മേടിക്കാനുള്ള പൈസ കിട്ടി നമ്മൾ അവിടെ ഒരു ഷർട്ട് മാത്രം മേടിച്ചിട്ട് മറ്റേ പൈസ വീട്ടിൽ കൊടുക്കും. നമ്മൾ ആ പരിപാടിയാണ് അങ്ങനത്തെ ലെവൽ. അത് എനിക്ക് തോന്നുന്നു അത് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ്സിൽ പോവില്ല, അതാണ് മിഡിൽ ക്ലാസ് എന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ മറ്റേ ഈ പറഞ്ഞ ടൂറ് പോകാനും അല്ലെങ്കിൽ ഇതുപോലെ ലെഷർ പരിപാടിക്ക് പൈസ ഇറക്കാനുണ്ടെങ്കിൽ അവരങ്ങനെ മിഡിൽ ക്ലാസ്. ചിലരുടെ മൈൻഡ് സെറ്റ് ആണ് കേട്ടോ. ഞാൻ മിഡിൽ ക്ലാസ് അല്ല. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആൾക്കാർ എന്റർടൈൻമെന്റിന് വേണ്ടി പൈസ ചെലവാക്കാനുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവരുടെ പൈസ ഉണ്ടായിട്ടാണ്. ലോവർ ക്ലാസ് ആണ്. അതെ അതെ, അങ്ങനെയുള്ളൊരു സാധനം ഇല്ല. എനിക്ക് തോന്നുന്നു എച്ചികളാണ്. കാശുണ്ടെങ്കിൽ എച്ചിത്തരം പോവാത്ത. വേറെ ഉണ്ട് പ്രവേശനോത്സവം എന്ന് പറയുമ്പോഴേ, എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെയൊക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ സ്കൂള് അടയ്ക്കുന്ന സമയത്താണ്. ഇപ്പം ഞാൻ പോയ കാര്യം പറഞ്ഞത്, ഇപ്പോഴത്തെ പിള്ളേരാരും ഇപ്പൊ 2-3 പ്രവേശനോത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അത് ഭയങ്കര എന്തോ ഉത്സവമായിട്ടൊക്കെ. നമ്മൾ ആ ടൈമിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ആ ഒരു ടൈമിൽ യൂണിഫോം വേണം, അതൊക്കെ വേണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് എഴുതിപ്പോൾ, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതിപ്പോൾ, സെൻറ്ററിൽ അങ്ങനെയൊക്കെ എഴുതുന്നത്. അപ്പം ആ ടൈമിലേക്ക് വീട്ടുകാർക്ക് സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ ടെൻഷനാണ്. സ്കൂൾ അടയ്ക്കുമ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഉത്സവം. അച്ഛനും അമ്മയ്ക്ക് കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഇരുന്നോളൂ. ഇപ്പോൾ പിള്ളേർ പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ട് അച്ഛന്മാർ തന്നെ അച്ഛനും അമ്മയും കൊണ്ടാക്കാൻ പോകുന്നവരും ഡ്രസ്സ് ഇടുന്നു, പിള്ളേർക്ക് അത് മേടിച്ചു കൊടുക്കുന്നു. എങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോകും? ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിന് പറ്റാത്ത ഒരു സാധനം. ഞാൻ കഴിഞ്ഞ റീല് കണ്ടായിരുന്നു റൊണാൾഡോ പറയണ, പക്ഷെ അത് AI ജനറേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് കിടപ്പുണ്ട്. പക്ഷെ ആ റീലിൽ ശരിക്കും റൊണാൾഡോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, പുള്ളിയുടെ മോൻ്റെ ചെലവ് ഭയങ്കര പുള്ളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട്. അവൻ ഹെയർ കട്ടിന് എത്രയോ $ആവും. അപ്പോൾ അവനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്റ്റൈല് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൻ എത്രയോ ദിവസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ ചിലപ്പോൾ മറ്റേ വൈഫിനെ കൊണ്ട് ട്രിം ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ് അവന്. കാരണം ഇപ്പം ഈ മോൻ ഇത്രയും ചിലവാണെങ്കിൽ ഇവൻ ഇപ്പം ടീനേജിലോട്ട് വരുവാണല്ലോ, അപ്പോൾ അവൻ്റെ ചിലവ് എത്രത്തോളം ആവുന്നുള്ള പുള്ളിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ടെൻഷൻ ഉണ്ടെന്ന് റൊണാൾഡോ പറയേണ്ട സാധനം. AI ജനറേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇതിപ്പോ ശരിക്കും പറഞ്ഞത് അപ്പർ ക്ലാസിന്റെ പ്രശ്നമാണ്. ഞാൻ സുരേഷ് ഗോപി എനിക്ക് വന്നൊരു കരിയർ ബ്രേക്ക് വന്നായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി സമയത്ത് കുറെ കഷ്ടപ്പെട്ടു എന്ന് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പുള്ളി എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ മിഡിൽ ക്ലാസ്സിന് റിലേറ്റബിളേ അല്ല. പുള്ളി പറഞ്ഞത് അത് അവരുടെ പ്രശ്നങ്ങൾ. എൻ്റെ മോന് ബാസ്കിൻ റോബിൻസ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. പുള്ളി മോൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും സാധാരണക്കാരുടെ പ്രശ്നം. പക്ഷെ പുള്ളിയുടെ പ്രശ്നം അവർ മുൻപ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഞങ്ങൾ ഒരു റൂമിൽ AC ഒരുമിച്ചിട്ട് ഒരു റൂമിൽ എല്ലാവരും ഒരുമിച്ചിട്ട് AC ഇട്ട് കിടന്നിട്ടുണ്ട്. അപ്പം അപ്പർ ക്ലാസ്സിന് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കൂ, നമുക്കും പ്രശ്നമുണ്ട്. അത് പക്ഷേ ഇത് മിഡിൽ ക്ലാസ്സിന് പ്രശ്നമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മിഡിൽ ക്ലാസ്സിന് കുറേ എളുപ്പം കുറേ ടെക്നിക്സും ഉണ്ട്. ആ ടെക്നിക്സിൽ നമ്മൾ പറയുന്ന സോപ്പ് മുറിക്കുന്ന അവിടെയാണ്. അങ്ങനെ സാധനം എനിക്കൊന്ന് പറഞ്ഞാൽ ഫണ്ണി ആയിരിക്കും. നീ ഒബ്സർവ് ചെയ്തിട്ടുള്ള അങ്ങ് വീട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൻ എന്ത് സാധനം കിട്ടിയാലും എടുത്തു വയ്ക്കും. ഇത് പിന്നെ ഉപയോഗം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തെർമോക്കോൾ ആണെങ്കിൽ എടുത്തു വയ്ക്കും, ചില സാധനത്തിൻ്റെ ബോക്സുകൾ എടുത്ത് വയ്ക്കും, കവർ എടുത്ത് വയ്ക്കും. ഈ പ്ലാസ്റ്റിക് കവർ പണ്ടൊരു സമയത്ത് സ്ഥിരം പ്ലാസ്റ്റിക് കവർ എടുത്ത് വെക്കായിരുന്നു. പ്ലാസ്റ്റിക് കവർ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ അതിനകത്ത് ഒരു ബിഗ് ഷോപ്പറിൽ വെച്ചിട്ട് അതിനകത്ത് വേറെ കവറുകൾ, അങ്ങനെ പല ലെയറുകളായിട്ട് കവറുകൾ തരംതിരിച്ച് വെക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മ്യൂസിക് മോജ വരി ഇറക്കായിരുന്നല്ലേ കവറുകൾ. ഇതാണ് ബമ്പർച്ചിരി കൊണ്ടുവന്ന് അടിച്ചു നോക്കി ചിലപ്പോൾ വർക്കാവും. ഇത് ഇങ്ങനെ ഉപയോഗിച്ച് എടുത്തു വെക്കുന്ന സാധനങ്ങളുണ്ടല്ലോ,
ഇത് പലതും 90% പിന്നെ ഉപയോഗം വരത്തില്ല. വെറുതെ വീട്ടിലെ സാധനം കൂടും, സ്ഥലം നമ്മള് ഒരു വീട്ടിൽ നിന്ന് മാറി മറ്റേ വീട്ടിൽ പോകുമ്പോ ഇത് കൊണ്ടുപോകും. ഇതിനാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ എടുത്തു കളഞ്ഞാൽ അപ്പം ചീത്ത വിളിക്കും. അതെ, എനിക്ക് അങ്ങനത്തെ എന്താ മായവിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലേറ്റും പുതപ്പും ഒക്കെ എടുത്ത് മടക്കി വെക്കുന്നൊരു പരിപാടിയുണ്ട്. അതൊക്കെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പൊട്ടി പാത്രത്തിലൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ പറയും അവർ വരുമ്പോൾ വിചാരിക്കട്ടെ നമ്മൾ അവരെ കണക്കൊക്കെയാണെന്ന്. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി അല്ല, എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ പ്ലേറ്റ് ഇല്ല. ഇല്ല. അപ്പൊ നീ മിഡിൽ ക്ലാസ് അല്ല, മിഡിൽ ക്ലാസ് അങ്ങനെ പ്ലേറ്റ് കാണണം. ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ വൃത്തിയുള്ളൊരു സെറ്റ് ഓഫ് സാധനങ്ങൾ കാണും. പ്ലേറ്റ്, സ്പൂണ്, ബൗള്. നമ്മളെ കഴിക്കത്തില്ല, ജീവിതത്തിൽ നമ്മൾ തോന്നത്തില്ല. അതിഥികളൊക്കെ വരുമ്പോൾ എടുക്കും. നമ്മളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉപയോഗം ഇല്ലാതെ അങ്ങനെ എത്രയോ നാളാ സാധനം അവിടെ ഇരിക്കുന്ന അറിയാം. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ സെറ്റ് ഇല്ല. നല്ലതാ, നമ്മളെന്താണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതും ഭയങ്കര പ്രീമിയം, ഭയങ്കര നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് തന്നെയാണ്. പ്രീമിയം എന്നല്ല, നമ്മളൊരു പുതിയ അങ്ങനെ നമ്മൾ എടുക്കത്തില്ല. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കുന്നിട്ട് ഈ കുപ്പി ഗ്ലാസ് എടുത്ത് അകത്തെ ഷെൽഫി വെച്ചേക്ക്, ഏതാ ഭക്ഷണം കഴിക്കുന്ന ഷെൽഫി വെച്ചേക്ക്, അടുക്കി വെച്ചേക്ക്, ആരെങ്കിലും വന്നാൽ എടുക്കാൻ വേണ്ടി. പിന്നെ ഉണ്ട് മിക്സിയുടെ ജാറൊക്കെ കേടായാലും അങ്ങനെയുള്ള പ്രശ്നം ചിലർ എക്സ്ചേഞ്ച് ചെയ്യും പോയി, അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് ഓഫർ മേടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് അതിൻ്റെ സ്ക്രൂ ഒന്നുകൂടെ മുറുക്കുക, അതിൻ്റെ ബ്ലേഡ് മാത്രം പോയി മാറുക. ഇല്ല, ശരിക്കും 3 സെറ്റ് ഉണ്ട് ജാറ്. നമ്മളിങ്ങനെ ഒരു ജാറ് ജ്യൂസ് അടിക്കുന്നുണ്ട്, മറ്റേ അരയ്ക്കുന്നുണ്ട്, പൊടിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ജ്യൂസറൊക്കെ പിന്നെ ആദ്യത്തെ മറ്റേ മേടിക്കുമ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ഗ്രേപ്സ് മേടിച്ചടിക്കുന്നല്ല, പിന്നെ ഇത് അടിക്കില്ലല്ലോ. അതിന് ഉപയോഗമില്ല. മറ്റേ സാധനത്തിനകത്ത് ഇതുപോലെ ഒരു ജാറ് കേടായാൽ പിന്നെ ലാസ്റ്റ് അവസാനിക്കുന്ന എൻ്റെ വീട്ടിൽ ഒരു ജാറേ ഉള്ളൂ. അതിനകത്ത് എല്ലാ പരിപാടിയും നടക്കും. അരക്കിലും പൊടിക്കലും എല്ലാ പരിപാടിയും ആ ലാസ്റ്റ് ഒരു ജാറിലായിരിക്കും. പിന്നെ അതിനെന്തെങ്കിലും പറ്റണം, എന്തെങ്കിലും നടക്കണേ, അപ്പോഴത്തേക്ക് മിക്സി കേടാവും. മൊത്തത്തിൽ ഗ്യാസൊക്കെ അറ്റം പറ്റി തീരുമ്പം മഞ്ഞാട്ടം കാണുമ്പോൾ പോയിട്ട് അയ്യോ ഗ്യാസ് തീർന്നു, ആ ഒരു സംഭവം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എനിക്ക് നമ്മളങ്ങ് ജീവിച്ചു പോകണം, വലിയ കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരെ പോലെയൊക്കെ ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ കൈ നിൽക്കില്ല, സാമ്പത്തികം കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്ന അങ്ങനെയൊക്കെ തോന്നും. ജീവിച്ചാൽ മതി, പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുക, നമ്മളെല്ലാം ഹാപ്പിയാണ്. പക്ഷെ മറ്റുള്ളവരെ പോലെ ആകുമ്പോഴത്തേക്കാണ്, അതാണ് ഈ മിക്കയിടത്ത് ഈ കല്യാണ വീടുകളിലൊക്കെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഇട്ട് കെട്ടിച്ചാൽ മതി, പറ്റൂല, അവളുടെ മോളെ ഇത്രയും ചെയ്തില്ല. അപ്പം നമുക്ക് അങ്ങനെ അതൊരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. കല്യാണത്തിന് ഒരു ഭയങ്കര ചെലവാണ്, ഇത്രയും നാൾ ചെലവാക്കാതെ ബിഗർ സംഭവത്തിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് പണയം വെച്ചോ തല വെച്ചിട്ടോ അവര് അതിനകത്ത് കിടന്ന് കുരുങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. കല്യാണത്തിന് ലോണ്, വീടിന് ലോണ്, വണ്ടിക്ക് ലോണ്, ഇതിലേതെങ്കിലും ഒന്നിനു വേണ്ടി ലോൺ ഇട്ടിട്ട് അതിന്റെ പുറകെ ആയിരിക്കും പിന്നെ അവരുടെ ഓട്ടങ്ങൾ. ഇല്ല, അനീസ് പറഞ്ഞ പോലെ ആദ്യമുള്ള പുറത്തുനിന്ന് കാണുമ്പം പ്രശ്നമില്ലാതെ എന്നാൽ അകത്ത് ഇതേപോലുള്ള സാധനം ഉള്ളതാണ് ഒരു മിഡിൽ ക്ലാസിന്റെ ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് പുറത്തുനിന്ന് കാണുമ്പം ആൾക്കാർ ഹാപ്പിയാണ്. അതിനുവേണ്ടി ശരിയാണ്, നമ്മൾ കല്യാണം ഇതേപോലെ ഗസ്റ്റുകളെ കാണിക്കാനുള്ള സാധനം അതിലൊക്കെ ഒരുപാട് കാശിറക്കും. നമ്മളൊരു പരിപാടി ചെയ്യുവാൻ പണ്ട് ഒരു 97-2000 കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ വീട് മാറുന്നത്. പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുന്നത്. അത് വേറൊരു കഥ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു വ്യവഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. അങ്ങനെ വീട് മാറിയ സമയത്ത് നമ്മൾ ചെറിയ ഫംഗ്ഷൻ വെച്ചു, കുറേ ഗിഫ്റ്റ് കിട്ടി. അപ്പം കുറേ ഗിഫ്റ്റ് കിട്ടിയത് നമ്മളെടുത്ത് ഈ പറഞ്ഞ ഉപയോഗിക്കത്തില്ല. പുതിയ സാധനം നമുക്ക് തൊടാൻ അർഹതയില്ലല്ലോ, അത് നമ്മുടെ അടുത്ത് വെച്ചേക്ക്. എന്നിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് നമ്മളെ വിളിക്കുമല്ലോ, ഈ ഗിഫ്റ്റ് ഇത് പൊതിഞ്ഞുകൊണ്ട് അവിടെ പോകും. കാരണം നമ്മുടെ ഗിഫ്റ്റ് ഭയങ്കര പൈസ ഇല്ല. പക്ഷെ പോകാതിരിക്കാൻ മതി, ആൾക്കാർ കാണുമ്പോൾ നമ്മൾ വെല്ലാണ്. അപ്പം പോകുമ്പോൾ കൈ വെറുകൈയോടെ അവർക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സുണ്ടല്ലോ വെറും കൈയോടെ പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇത് തന്നെ വീണ്ടും പൊതിഞ്ഞുകൊണ്ട് പേര് മാറ്റി കാർഡ് വെച്ചിട്ട് അപ്പുറത്ത് കൊണ്ടടിക്കും. ഇത് ഈ ഗിഫ്റ്റിൻ്റെ പ്രശ്നം എനിക്കും കൊച്ചിൽ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വിളിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഭയങ്കര നാണക്കേടായിരിക്കും പോകാൻ. അതായത് നമുക്കും അറിയാം ഇതുപോലെ വെറുതെ ആൾക്കാർ ചുമ്മാ 250 ക്ലോക്ക് കിട്ടും ഹൗസ് വാമിങ് ആണെങ്കിൽ, ഒരു ആവശ്യമില്ലാതെ. അപ്പം എൻ്റെ ചേട്ടൻ ഈടെ വീട് വെച്ചപ്പോൾ ഇതുപോലെ കൊണ്ട് ബോക്സിൽ കൊടുക്കണ പരിപാടിയുള്ളൂ. ചില 125 രൂപയുടെ ക്ലോക്കൊക്കെ മേടിച്ച് കൊടുക്കും. കാരണം കയ്യിൽ ബോക്സ് കണ്ടാൽ മതി. നമ്മൾ ഇതുപോലെ അത് ഈ പറഞ്ഞ ഇത് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഗിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് പോകാതിരിക്കേണ്ടി വരുന്നൊരു പരിപാടി അല്ല. പിന്നെ അത് നമ്മൾ ചിലപ്പോൾ അച്ഛനോട് പറയും ഇതുപോലെ ഇത് എല്ലാവരും ഒന്നും, ചിലപ്പോൾ അച്ഛൻ ഒരേ പ്രഷർ ഇടും, ഒന്ന് പോകാനുള്ള പ്രഷർ ഇടും, അച്ഛൻ വരുമില്ല, നമ്മൾ പോകാൻ പറയും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗിഫ്റ്റിൻ്റെ പ്രശ്നം പറയുമ്പോൾ അതിന് നമുക്കൊരു ക്ലാസ് കിട്ടും, ഇതങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് പുള്ളി പോകത്തുമില്ല, ഗിഫ്റ്റ് നമുക്കും അറിയാം ഇത് അവസ്ഥ, ഇത് മേടിക്കാൻ പറ്റാത്ത പ്രശ്നം. അപ്പം അതൊക്കെ എനിക്കും ഭയങ്കര
കൊച്ചിലെ കുറെ സാഡാക്കിയിട്ടുള്ള സാധനങ്ങളുണ്ട്. എനിക്ക് ആ സമയത്ത് എനിക്ക് ഏറ്റവും ദേശീയ നൂലുകെട്ട് പരിപാടിയായിരുന്നു. അതിന് ഈ പാത്രമൊന്നും കൊണ്ടാൻ പറ്റില്ല, അതിനെല്ലാം സ്വർണ്ണമല്ലേ, അത് നമ്മുടെ കയ്യിലില്ലല്ലോ. അതിന് പോയാൽ കെട്ടണം, മോതിരം ഇടണം, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള പരിപാടി ഇപ്പം എനിക്ക് ദേഷ്യമായിരുന്നു. എനിക്ക് പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ വലുത് നമ്മൾ കല്യാണമൊക്കെ നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ഞങ്ങളുടെ കൊല്ലം നാട്ടിലേക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടൂലേ, അത് രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതും, അയാൾ പൈസ കൊണ്ടുവന്നിട്ട് ഒരാൾ ഇരിക്കും എഴുതാൻ വേണ്ടി, എന്നിട്ട് പൈസ കൊണ്ടുവന്നിട്ടാ ഇങ്ങനെ വീട്ടുപേരും പേരും പറഞ്ഞിട്ട് അത് നമ്മൾ അവരുടെ വീട്ടിൽ ഇനി ഫംഗ്ഷൻ വരുമ്പോൾ ഞാനതാ പറയാൻ അങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മളത് ഇവിടെ എൻ്റെ അടുത്ത് കല്യാണത്തിന് കൊടുത്തു, അത് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കും എന്തായാലും കല്യാണം കഴിഞ്ഞ് ഈ ഒരു ചടങ്ങ് കഴിയുമ്പോഴത്തേനും ഒരു 2 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടും എന്ന് വിചാരിക്കും. അങ്ങനെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതെ അതെ അതെ, കുറച്ചുകൂടെ എനിക്ക് എന്റെ മോളുടെ കല്യാണത്തിന് അവര് വന്നപ്പോ 1000 തന്നു, അപ്പൊ ഞാൻ 1500 കൊടുക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോ ഇത് പറയാൻ വന്ന പറ്റി ആ ഗിഫ്റ്റ് മേടിക്കൽ പ്രശ്നമൊക്കെ കുഞ്ഞിലേ ഉള്ള സാധനമാണ്. പിന്നെ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായത് ആൾക്കാർ ഇത് ഈ കൊടുത്തത് ഓർത്ത് വെച്ചിട്ട് ഇതുവരെ തന്നത് കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള സാധനമാണ്. നമ്മളിത് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ബാധ്യതയില്ല, നമ്മളാർക്ക് കൊടുക്കുന്നത് നമുക്ക് വേണ്ടാന്നുള്ള സാധനമുണ്ട്. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇതുവരെ എനിക്ക് ഓർമ്മയില്ല എൻ്റെ വീട്ടിലൊരു ഗിഫ്റ്റ് പോലും വന്നതായിട്ട്, കാരണം നമ്മളാർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ കല്യാണം ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഓരോരോ എമൗണ്ട് വെച്ചിട്ട് നമ്മളിവിടെ എഴുതി വെക്കുന്ന സിസ്റ്റം നമ്മുടെ ഇതിലില്ല. അപ്പോൾ ഈ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ബന്ധുക്കൾ തന്നെ, അല്ലാതെ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ സിസ്റ്റം നാട്ടുകാർ മൊത്തം കൊടുക്കണ സിസ്റ്റമൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ തന്നെ, വേറെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ അങ്ങനെയില്ല. ഈ പൈസ മേടിക്കാൻ അതായത് തലേ ദിവസം റിസപ്ഷൻ വെക്കുന്ന മെയിനായിട്ട് ഈ പൈസ കളക്ഷന് വേണ്ടിയിട്ടാണ്. ഫോൺ കുഴപ്പമില്ല, പൈസയുടെ കളക്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ ലിസ്റ്റ് എഴുതി വെക്കുക, ഒരാൾ ഇത്ര പൈസ തന്നു, അപ്പോൾ അത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുക പരിപാടി. അപ്പോൾ നമുക്ക് അത്രയില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരുടെയും കസിൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഇതുപോലെ വീട്ടിൽ നിന്ന് പറയും ഇതുപോലെ അവർക്ക് ഇത്ര പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തിനും ഇപ്പോൾ അവരെ വലിയ പരിചയം വേണം. അപ്പോൾ അവർ മറ്റേ നമുക്ക് ഇത്ര പൈസ തന്ന് നമ്മൾ ഇതിനോട് ആരെങ്കിലും പറഞ്ഞോ, നമ്മളിപ്പോൾ ഇത് തിരിച്ചുണ്ടാക്കി കൊടുക്കണ്ടേ, ആ അവസ്ഥയുണ്ട്. അപ്പോൾ വെറുതെ. പിന്നെ ഞാൻ അതിൽ നല്ലൊരു സാധനം ഞാൻ മനസ്സിലാക്കിയത്, ആൾക്കാർ ഒരാൾക്കൊരാവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ ക്രൗഡ് ഫണ്ട് ചെയ്യുന്ന പോലെ എല്ലാവരും പൈസ കൊടുക്കുന്നു. അയാളുടെ കയ്യിലുള്ളപ്പോൾ പലപ്പോഴായിട്ട് ഈ എല്ലാവർക്കും ഓരോ ആവശ്യം വരുമ്പോൾ കൊടുക്കുന്നു എന്നുള്ള, മരണം വരുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. പിന്നെ കോമൺ ചിട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഈ പൈസ എമൗണ്ട് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത്. കൊല്ലം കൊട്ടാരക്കര കൂത്താട്ടോളം. ഓക്കെ, ഞാൻ കായംകുളം സൈഡിലാണ് ശരിക്കും ഈ റൈറ്റിംഗ് കണ്ടേക്കുന്നത്. അതിപ്പോ കുറെ സ്ഥലത്തോട്ട് ആയി വരുന്നുണ്ടല്ലോ. പക്ഷെ അത് ഈ പറഞ്ഞ നീ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഉത്തരവാദിത്വം പോലെ ക്രൗഡ് ഫണ്ടിങ് പോലെയാണ് എന്ന് പോകുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ആ കല്യാണ സമയത്ത് ജനറലി ആൾക്കാർ ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി കഴിക്കുന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ളൊരു സാധനമാണ്. അതായത് ഇപ്പൊ ഒരാൾ 500 രൂപ എങ്ങനെ ഞാൻ കൈയും വീശി പോയി കഴിക്കും. 500 രൂപ ആള് കൊടുത്ത പുള്ളിയുടെ ഫാമിലി 4 പേര് പോകുന്നുണ്ട്, 4 പേര് ബിരിയാണി കഴിച്ചാൽ അവര് എന്തോ ഒരു ബിസിനസ്സാ, ചിലപ്പോ ലാഭമാണ്. ഫുഡ് കൊടുക്കാതിരുന്നാലേ ലാഭമാവത്തുള്ളൂ. അതെ, പക്ഷെ അത് ആൾക്കാർ വരൂലല്ലോ, ഫുഡ് ഉള്ളതുകൊണ്ടാണ് ആള് വരുന്നത്. ഇതൊരു നഷ്ടക്കച്ചവടം എങ്ങനെ നോക്കിയാലും. അല്ല, ഞാൻ അതാ പറഞ്ഞ ചിലർക്ക് ഭാഗ്യം അടിക്കും. അതായത് ഇവരെ ഫുഡിന് ഇറക്കിയ പൈസ ഇവർക്ക് തിരിച്ചു വന്ന് റിട്ടേൺ എല്ലാം കൂടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പെങ്ങടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അതായത് ഇവർ കല്യാണത്തിൻ്റെ പരിപാടി കണക്ക് മൊത്തം സെറ്റിലായിട്ട് ബാക്കി പിന്നെ പൈസ ബാക്കി വന്നിട്ട് അതിന് വണ്ടിയൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അത്രയും പൈസ ഇവർക്ക് എക്സ്ട്രാ കിട്ടുക. ആ ഒരു അല്ല, ഇതിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ആക്ച്വലി കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ചിലവുള്ളൊരു സാധനമല്ലേ. അപ്പോൾ ചെറിയ സഹായം പോലെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. പിന്നെ രണ്ടാമത് കഴിക്കാൻ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്ന് ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയാവുന്ന ചിലരുണ്ട്, അവരാണെങ്കിൽ ഇപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ കല്യാണത്തിന് പോകില്ല. ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെ ഇങ്ങോട്ടൊന്നുമില്ല. എന്തിനു ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിനൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു ഞാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർ വരില്ല എന്നുള്ള. അപ്പോൾ ഞാൻ ഇവിടെ പോകാറില്ല ശരിക്കും. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ എനിക്കെന്തോ ഇതൊക്കെയാണോ നീ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത്? ഞാൻ വിചാരിച്ച് അല്ല, അതായത് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് എൻ്റെ കല്യാണത്തിന് ആരൊക്കെ വരും എന്നാണ്. മഹാദേവൻ നേരെ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചാൽ. അതായത് ഞാനിങ്ങനെ ഈയിടെ ഒരു മരണം ഉണ്ടായപ്പോഴും ഞാൻ ഇതുപോലെ എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെന്നിട്ട് അവിടെ ബിഹേവ് ചെയ്യാൻ അറിയത്തില്ല. അതായത് അവിടെ ബിഹേവ് ചെയ്യേണ്ട പ്രത്യേകിച്ച് അല്ല, അതായത് എനിക്കിപ്പോൾ നമ്മളായിട്ട് പേഴ്സണലി ഇപ്പോൾ
ഭയങ്കര ദൂരെയുള്ള ബന്ധം അങ്ങനെ എന്തൊക്കെയാണ് പ്രശ്നമില്ല. പക്ഷെ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ക്ലോസ് സർക്കിളിലുള്ള ആളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കേണ്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ആ മൊമെന്റിൽ അവരോട് പോയി എന്ത് പറയണം എന്ന സാധനമോ എനിക്ക് അത് ഭയങ്കര പാടാണ് ഡീൽ ചെയ്യാൻ. അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇത് പോവാതിരിക്കാം, അപ്പം ഇത് കാണണ്ടല്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എനിക്ക് ബാക്കി ആൾക്കാർ വിഷമിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പോവാത്തത്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ ഇത് പോകുന്നില്ലെന്ന് പറയുമ്പോൾ അവരത് കുറ്റമായിട്ടാണ് പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ആൾക്കാരും ചിന്തിക്കുന്നത് ഇവൻ എന്തിനും വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇവൻ എന്തിനാ നമ്മൾ പോണേന്നുള്ള സാധനം തിരിച്ച് ചിന്തിക്കുമല്ലോ. ഇത് പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കല്യാണത്തിന് പോകില്ല, പുള്ളി കുട കൊടുത്തു വിടും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, കുട, കർച്ചീഫ്. അതായത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും, പ്രോക്സി ഇടുന്ന പോലെ. പക്ഷെ പുള്ളി പോകാറില്ല. അവസാനം പുള്ളിയുടെ മോളുടെ കല്യാണത്തിന് കുറെ കൊട ആൾക്കാരതുപോലെ തിരിച്ച് ചെയ്യുന്നത്. അങ്ങനെയുണ്ട് ആൾക്കാർ. ഈ പിന്നെ ഇതേപോലെ ചിലപ്പം അച്ഛനും അമ്മയും എന്നെ വിടും, അവർക്ക് പോകാൻ മടിയായതുകൊണ്ട്. ഇതേപോലെ എന്തെങ്കിലും ചോദിക്കും, നീ പോ എന്നുള്ളൊരു സാധനം. ഞാൻ പോയിട്ട് എനിക്ക് അവിടെ ആരെ അറിഞ്ഞില്ല. നിങ്ങളുടെ വീട്ടില് അതായത് ഈ പറയുന്ന ഗിഫ്റ്റ് കൊടുക്കുന്നതിലെ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഗിഫ്റ്റ് മാറ്റി കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഗിഫ്റ്റ് ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് അവസാനം വന്നപ്പോഴാണ് അതിൽ നിന്നൊരു പാറ്റ് ഇറങ്ങിപ്പോയി. ഭാഗ്യം അത് നേരത്തെ. പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വീട് പാല് കാച്ചാണെങ്കിൽ 10 ക്ലോക്ക്, 10 കാസറോള്, അങ്ങനെ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഗിഫ്റ്റ് ഉണ്ടല്ലോ. അപ്പം അത് ഇത്രയും എന്തായാലും ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ഈ മിഡിൽ ക്ലാസ് തിങ്സ് എന്ന് പറയുന്ന കുറേ സാധനങ്ങളും നമ്മൾ വെൽ ഓഫ് ആയിട്ടുള്ള അപ്പർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരും ചെയ്യാറുണ്ട്. ഇവൻ ആദ്യം പറഞ്ഞിട്ട് മറ്റേ സോപ്പ് മുറിക്കുക എന്ന് പറയുന്നതും, മറ്റേ ഷാമ്പു തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ചാൾ കുലുക്കിയിട്ട് അത് ഉപയോഗിക്കുക, ഹാൻഡ് വാഷ് തീർന്നാൽ അങ്ങനെയുള്ള സാധനങ്ങൾ തീരാറാകുമ്പോൾ കളയുക എന്നുള്ളതിൽ നിന്ന് മാറി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാവുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇത് കുറച്ചുകൂടി ഇതിനകത്ത് ഊറ്റി എടുക്കാൻ പറ്റും. ഇല്ലെന്നാ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമ്മുടെ താഴത്ത് തന്നെ കുറച്ചിട്ട് ഇന്നത്തിരി പദം കുറയുന്നേ ഉള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്നത്. പേസ്റ്റ് നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് പ്ലെയർ വെച്ചിട്ട് ഞെക്കി എടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റേ ഹാൻഡ് വാഷ് ഇതുപോലെ എനിക്ക് എൻ്റെ മറ്റേ ജീവിത രീതി കൊണ്ട് മനസ്സിലായ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചപ്പോൾ, അതായത് ഫണ്ട് വരുമ്പോൾ നമ്മൾ അതുപോലെ ചിലവാക്കുമല്ലോ. കാരണം ഞാൻ കൊച്ചിലോട്ട് ഈ പറഞ്ഞ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ ചിലവാക്കാറുണ്ട്. എനിക്ക് അതിനകത്ത് വലിയ, കാരണം ഇത് പിടിച്ചുകൊണ്ട് വെച്ചിട്ടും കാര്യമില്ല എന്നുള്ള സാധനമുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൂന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ മറ്റേ ഈ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, സമാധാനമാണ്. കാരണം ഇതാണ് നമുക്ക് ശീലമുള്ള ജീവിതം. ഞാൻ ബാലൻസ് നോക്കാതാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാലൻസ് നോക്കാൻ പേടിയാ, കുറവാന്ന് കാണുമ്പോൾ ഇതാവുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഹാൻഡ് വാഷ് കണ്ടപ്പോൾ വിചാരിച്ച്, ഹാൻഡ് വാഷ് നമ്മൾ മേടിക്കുന്ന സമയത്തൊക്കെ വെച്ചാലൊക്കെ നമ്മൾ ആ കലിപ്പിനൊക്കെ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്ലെ റഫായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര എമൗണ്ട് ആയിരിക്കും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇച്ചിരി മതിയല്ലോ, ഭയങ്കരമായിട്ട് വന്നേക്കണം തീരാൻ വേണ്ടി. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞത് ഭയങ്കര കൂടുതലാണ്. കാരണം ശരിക്കും ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴിയാൽ കുറേ നേരം എടുക്കും പത പോകാൻ തന്നെ. അത് ഇരട്ടി മെനക്കേടാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത് നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ ഇത് ഫുൾ നിറഞ്ഞിരിക്കുമ്പോൾ ഞെക്കുമ്പോൾ ഇത് വരുന്നുണ്ട് പോകുന്നുണ്ട്, ചിലപ്പോൾ വാഷ് ബേസിന് കുറേ പോകും, ശ്രദ്ധിക്കത്തില്ല. തീരാറാകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ, ഇത് മേടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മതിയല്ലോ, കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇത് ആദ്യം ഒഴിച്ചിരുന്ന ഇത് 2 ബോട്ടിലാക്കായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരും. അതുകൊണ്ട് വീട്ടിൽ ഹാൻഡ് വാഷിൻ്റെ മറ്റേ പൗച്ചാണ് വാങ്ങിക്കുന്നത്, റീഫില്ല് ഉണ്ട്. അതിനകത്തൊരു 20% വില ഇത് ഒഴിച്ചിടും, ബാക്കി വെള്ളം നിറയ്ക്കും, എന്നിട്ട് പിന്നെ അത് വെച്ചാൽ അതിന്റെ ആവശ്യമുള്ള ശരിക്കും പറഞ്ഞത്. എന്നോട്ടാണ് ഹാൻഡ് വാഷ് ഒക്കെ വന്നു ഹാൻഡ് വാഷ് വന്നാൽ ലോക്ക്ഡൌൺ വന്നാൽ, ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ് വീട്ടിലില്ല. അത് ലോക്ക്ഡൌൺ വന്നപ്പോൾ വന്ന ശീലമാണ്, പിന്നെ അത് പോയിട്ടുമില്ല. പിന്നെ സോപ്പ് വെക്കുന്ന ഭയങ്കര വൃത്തികേടാവുമല്ലോ സോപ്പിന്. അപ്പം ഹാൻഡ് വാഷ് ആണ്. വീട്ടിൽ ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നോ? നമ്മുടെ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് വന്നത് ലോക്ക്ഡൌൺ സമയത്താണ്. ഹാൻഡ് വാഷ് വെക്കുന്ന ഈ പ്രശ്നം കൊണ്ടാവും. ഒന്ന് സോപ്പ് എക്സ്ട്രാ ഒരെണ്ണം വെറുതെ മേടിച്ച് വെക്കണം. പിന്നെ വാഷ് ബേസിനോടെ സോപ്പ് ഇരിക്കും. ഈ സോപ്പ് എപ്പോഴും മറ്റേ ഇറങ്ങി അത് ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാടൊന്നും ഇല്ലല്ലോ ഹാൻഡ് വാഷ് ചെയ്യുന്നപ്പോൾ, അല്ലേ? ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കണം എപ്പോഴും. ഡയലൂട്ട് ചെയ്ത് വെക്കുന്നത് ശരിക്കും ഹോട്ടലുകളൊക്കെ. നമ്മൾ മായാവിയോട് സംസാരിച്ചിട്ട് 10-15 മിനിറ്റ് ആയ പോലെ മായാവി, ഞാൻ എന്തോ പറഞ്ഞപ്പോൾ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് കാറ്റൊക്കെ കൊണ്ട് എന്നെ വിളിച്ചതൊക്കെ ഇവര് മുന്നിൽ സംസാരിക്കുന്നത് ഇപ്പൊ ആൾക്കാർ ചോദിക്കും, പറ മായയുടെ വിശേഷങ്ങൾ പറ. അതെ,
എന്നോട് ഞാൻ ഇതല്ലേ പറഞ്ഞ ഡയലൂട്ട് ഇതൊക്കെ ഉപയോഗിക്കുക. സംഭവം നമ്മുടെ വിഷയം മിഡിൽ ക്ലാസ് ആക്കാൻ തന്നെ കാര്യം വിളിച്ചപ്പോൾ മായാവി ദാരിദ്ര്യം പറഞ്ഞ് നമ്മുടെ പൈസ ചോദിച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്ന ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് TV വരുന്നത്. അപ്പോഴത്തേക്കൊക്കെ ഞാൻ മുട്ടി തരുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ ഇന്നലെ ബമ്പർ അടിച്ചല്ല എന്ന് പറയും. ഇന്നലെ ബമ്പർ അടിച്ചല്ല. ഞാൻ പറയാം അതെ എന്ന് പറയും. അല്ല ഈ ലോൺ ഈ മിഡിൽ ക്ലാസ്സിൽ പെട്ട ലോണുണ്ട് കേട്ടോ. ഞാൻ എല്ലായിടത്തും പറയുന്നത് കാരണം എന്നെ ഏറ്റവും കൂടുതൽ ബമ്പർച്ചിരി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ലോണുകാരാ. മായ എന്തെങ്കിലും ബമ്പർ അടിച്ചാൽ ഞങ്ങളുടെ പൈസ തരും. രാത്രി മാനേജർ 2 കൗണ്ടർ കഴിച്ചു തരുമല്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. ബമ്പർ അടിച്ച് കഴിയുമ്പോൾ ഇപ്പം പൈസയൊക്കെ ആയല്ല, നമ്മൾ ഒരാൾ പൈസ വയ്ക്കാനും പറ്റൂല. ബമ്പർ അടിച്ചതില്ല, നീ ബമ്പർ പൈസയൊക്കെ എവിടെ കൊണ്ട് വെക്കുന്നൊക്കെ. അല്ലേ അതിന്റെ പ്രശ്നം. മിഡിൽ ക്ലാസ് ആളുകൾക്ക് എത്ര കിട്ടിയാലും നമ്മളെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പം നമ്മളെല്ലാവരും നേരിട്ട് പോകുന്നു, കുറെ ബമ്പർ അടിച്ചല്ലോ, കുറെ പൈസ കിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് ആ സീസൺ കഴിയുന്നതിന് മുന്നേ അല്ല ഞാൻ പോയി എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ആൾക്കാർ വെറുതെ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ ഇവർ വിചാരിക്കും നമ്മൾ ബമ്പർ അടിച്ച കണക്ക് വെച്ച് നോക്കുമ്പോൾ 10-13 ബമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റു 50,000 അടിക്കുമ്പോൾ ഇവനെങ്ങനെ വിളിച്ചാലും 6 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. മാക്സിമം 2 വർഷത്തിനിടെ എങ്ങനെ ലാവിഷ് അടിച്ച് ചിലവാക്കിയാലും എങ്ങനെ കളിച്ചാലും 2 ലക്ഷം രൂപ സേവിങ്സ് കാണുമെന്ന് വെറുതെ ചുമ്മാ വിചാരിക്കുന്നതിന് വെറുതെ വിചാരിക്കാമല്ലോ. നമ്മൾക്ക് ബാങ്ക് ബാലൻസ് എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. ഞാനൊക്കെ റൊട്ടേറ്റ് ചെയ്തെനിക്ക് പെർഫോമൻസുകൾ ലോൺ ഇങ്ങനെ കിട്ടുക. അത് ഈ പറഞ്ഞ മിഡിൽ ക്ലാസ് പ്രശ്നമാണ്. ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിപരമായി എടുത്ത തീരുമാനം ഒന്ന്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ സ്ഥിര വരുമാനം സാധനം ഇല്ലായിരുന്നു. ഒരു അച്ഛനൊരു ഏജ് കഴിഞ്ഞ പിന്നെ അപ്പോൾ നമ്മൾ ഒരിടയ്ക്ക് നമ്മളൊരു പ്രോപ്പർട്ടി വിറ്റ പൈസയിൽ ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളപ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കും. അവിടെ ഭയങ്കര ലാവിഷായി തീർത്തതൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോരോ പ്രശ്നങ്ങൾ, പിന്നെ അമ്മയുടെ മെഡിക്കൽ പ്രശ്നങ്ങൾ കാരണം ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ഇഷ്യൂസും പരിപാടി, അതിന് കുറേ ചിലവ് പരിപാടിയെല്ലാം ആയി. ഈ പറഞ്ഞ പോലെ പൈസ ഇല്ല. ആ പൈസ കുറഞ്ഞു വരുന്ന പോയിന്റിൽ അപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ഒന്നും മാസം വരുന്നില്ല. റോൾ ചെയ്ത് പോകണം. ഇതെങ്ങനെ പരിപാടികൾ നടക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്കൊരു മാസം നമ്മുടെ ഫാമിലി റൺ ചെയ്ത് പോകാൻ എത്ര പൈസ ആവും എന്നുള്ള കണക്കൊന്നുമില്ല. പക്ഷേ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അന്ന് ആദ്യമായിട്ട് പറ്റ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് ഒരു സ്റ്റാർട്ടിങ് 15 രൂപയാണ് പറഞ്ഞത്. 15 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ച് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു 15 രൂപ കിട്ടുന്നു. കുറച്ച് പൈസ ഇതിനകത്തോട്ട് പോവും. ഇവിടുത്തെ ഇച്ചിരി ആ ഒരു എന്താ പറയുന്നത് ക്വാളിറ്റി മാറും, അപ്ഗ്രേഡ് ചെയ്യും. ബാക്കി പൈസ സേവ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച 15 രൂപ കിട്ടും, 10 രൂപ വെച്ച് സേവ് ചെയ്യാം. 5 രൂപ വീട്ടിലാവശ്യങ്ങൾക്ക് എടുക്കുന്നു, 10 രൂപ സേവ് ചെയ്യുന്നു. 10 രൂപ വെച്ച് 6 മാസം ആകുമ്പോൾ 60,000 രൂപ, 50,000 60,000 ആകുമ്പോൾ മറ്റേ ബാങ്ക് കോച്ചിങ്ങിന് പോകാന്നുള്ളായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ 6 മാസം ജോലിക്ക് പോയാൽ സേവിങ്സ് കൊണ്ട് പിന്നെ കോച്ചിങ്ങിന് പോകാം, പിന്നെ രക്ഷപ്പെടാമല്ലോ, നല്ല ജോലിയായില്ലേ. അതിനു വേണ്ടിയുള്ള സ്ട്രഗിളാണല്ലോ. അവസാനം ഫസ്റ്റ് മാസം സാലറി കിട്ടി, എവിടെ പോയെന്ന് വലിയൊരു പിടിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ സ്ട്രഗിളിങ് ആവും. അതായത് കാശ് വരുന്നവരും കാശിന് ആവശ്യം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ എടുക്കാത്ത നമ്മളിപ്പോൾ നിസാരം ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ കവറ് മാറാതെ ചിലപ്പോൾ 6 മാസമായിട്ട് ഇട്ടേക്കുമായിരിക്കും. പൈസ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ ഇതൊരു 110 രൂപ എടുത്ത് മേടിക്കാം, മാറി. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ മാസം ചെയ്യാത്തൊരു ചിലവ് ഈ മാസം പുതുതായിട്ട് വന്നല്ലോ. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റി ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ ചെറുതായിട്ട് ചെയ്ത് വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഇച്ചിരി മാറും. അപ്പോൾ നമുക്ക് അത്രയും പൈസ വേണം. ഇത് എങ്ങനെ മാറിയാലും നമുക്ക് ഈ പൈസ വേണം എന്നുള്ള സാധനം വരുമല്ലോ. അതായത് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കും. ഇപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു 1.5 മാസം ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് ആണ് MSc പോയത്. എനിക്ക് മനസ്സിലായി പഠിച്ചാൽ ഇതെങ്കിലും കിട്ടും. ഒന്നുമില്ല, നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയല്ല, നമുക്ക് അതിനനുസരിച്ചുള്ള പരിപാടി ഒരു ബാക്കപ്പ് പ്ലാനും ആവും, എല്ലാം ചെയ്യും. കാരണം ഈ 15 രൂപ വെച്ച് ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ കിണറ്റിൽ കൊണ്ടിടുന്ന പോലെ എന്നുള്ള സാധനം എനിക്ക്, കാരണം നമ്മൾ എത്ര ഏൺ ചെയ്താലും നമ്മുടെ ഒന്നും മിച്ചം പിടിക്കാനോ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോഴും ഇത് പറയുമ്പോൾ നമ്മൾ ഇത്തരം ബമ്പർ അടിച്ചതിൻ്റെ കണക്ക് പറഞ്ഞത് ഇത്തരം ചെയ്തിട്ട് ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പൈസ ഇത്ര കാണുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഈ പറയുന്ന ചിലവുകൾ, കാരണം നേരത്തെ അപ്പോഴത്തെ എൻ്റെ പ്ലാനിൽ വീട് റെനോവേറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് ചിന്തിക്കുന്നില്ല. പക്ഷേ അത് ചെയ്യേണ്ടി വന്നപ്പോൾ കയ്യിൽ നിന്ന് അത്രയും പൈസ പോയി. അപ്പോൾ ഈ പറഞ്ഞ വരുന്നതനുസരിച്ചുള്ള ചിലവ് ഇപ്പോൾ പോകുന്നൊരു പ്ലാനുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ തന്നാൽ ചെയ്യാനുള്ള അടുത്ത അപ്ഗ്രേഡ് കിടപ്പുണ്ട്. അത് ചെയ്താൽ പിന്നെ അടുത്ത സ്ട്രഗിളിലോട്ടാണ് പോണേ. പക്ഷെ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. നല്ല വല്ല ലോട്ടറി ഒക്കെ അടിക്കണം അല്ലേ? ഇല്ല, ഞാൻ ഈ വിപ്രോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലേ ലോട്ടറി ലോട്ടറി അടിക്കണം. അല്ല നമുക്ക് ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ള ഒരു സർക്കിൾ ഉണ്ടല്ലോ,
ഇവർ ഇതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആയിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ മിഡിൽ ക്ലാസ്സാണ്. എൻ്റെ ഫ്രണ്ടുണ്ട് ആൻസി, പുള്ളിക്കാരിയുടെ മെയിൻ പ്രസവരിച്ചെന്നെ ചിലപ്പോൾ എൻ്റെ ഒരു 1-ാം തീയതി മുതലൊരു 10-ാം തീയതി വരെയൊക്കെ നമുക്ക് ഈ EMI ലോണുകളിലൊരു ഓട്ടമാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി കഴിഞ്ഞിടയ്ക്ക് കേട്ടോ, ഒരു ദിവസം ഒരു എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലൊരു 50 രൂപയുള്ളൂ, 50 രൂപ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സത്യമാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ആൻസി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എടി നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം എപ്പോഴും വിളിക്കണം. അപ്പം ഒരു 12 മണി എങ്ങാണ്ട് അവളപ്പോൾ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവാം, റെയിൽവേ സ്റ്റേഷനിലെന്തോ. അപ്പം ഞാൻ വിളിച്ചിട്ട് എന്താ അപ്പനോട് നീ പെട്ടെന്ന് എനിക്ക് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, ഒരു 120 രൂപ എടുക്കാണ്ടോ എന്തോ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നാൻസി എൻ്റെ 50 രൂപ ഉള്ളൂ, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഷെയർ ചെയ്താൽ എനിക്ക് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ, എൻ്റെ ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിൻ്റെ 50 രൂപ ഉള്ളൂ, അത് കുഴപ്പമില്ല, അത് അക്കൗണ്ടിൽ എന്തെങ്കിലും വേണ്ടടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചിട്ട് പിന്നെ ഞാൻ കണ്ണിലോട്ട് ഇറങ്ങുമ്പോഴേക്കും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അതെ ആ 40 രൂപ എനിക്ക് കിട്ടുമോ, 10 രൂപ നിൻ്റെ അക്കൗണ്ടിൽ വല്ലതും വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം ഞാൻ രാവിലെ പറഞ്ഞു, ആൻസി ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ക്യാഷുള്ള ഫ്രണ്ട്സിനെ വേണം. അവൾ അത്ര മാന്യത കാണിച്ചു, ഒരു 40 രൂപ മതി, 10 രൂപ ഇട്ടേക്കാം. ഈ സാധനം ഞാനും ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും വലിയ എന്താ വെച്ചാൽ റിലാക്സ് ചെയ്തൊരു മാസം ജീവിക്കാൻ പറ്റുന്നത് മറ്റേ ഈ പറഞ്ഞ പോലെ മാസത്തിൻ്റെ ആദ്യത്തെ ഒരു 10 ദിവസമാണ്. ആ കാരണം നമുക്ക് ശമ്പളം ഇല്ലല്ലോ, പക്ഷെ കൂട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഇവന്മാരുടെ എല്ലാവർക്കും ഒരു പ്രശ്നമില്ല. ആ 1 to 10 നമുക്ക് പ്രശ്നമില്ല, ബാധ്യതയൊന്നുമില്ല. അതായത് എന്ത് വേണം സുഖമായിട്ട് റോൾ ചെയ്യാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ പ്രത്യേകം ഞങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോറീസോ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇവർ ഫുൾ ടൈം ഞങ്ങൾ വയനാട് പോകുന്നു, കോഴിക്കോട് പോകുന്നു, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞങ്ങൾ ബീച്ചിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ഒരു ഫിലിം വിടാതെ കാണുന്നുണ്ട്, ഫുൾ ടൈം ഞങ്ങൾ ഫോട്ടോസ് അങ്ങനെ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുകൂടെ പോയാൽ ഞങ്ങൾ രണ്ടും ഭയങ്കര ഹാപ്പി. റീചാർജ് ഞങ്ങളൊരു ബിരിയാണി മേടിക്കുള്ളൂ, ഒരു മസാല ദോശ മേടിക്കുള്ളൂ, ഒരു കോഫിയെ മേടിക്കുള്ളൂ, എല്ലാം ഞങ്ങളങ്ങനെ ഷെയറിങ് ആണ്. ഭർത്താവ് അല്ല ഞാൻ വിരിച്ചു കൊടുത്തിട്ടില്ല, വീട്ടിലോട്ട് അടുപ്പിക്കുന്നില്ല പുള്ളിക്കാരി. ഇങ്ങനെ ഇഷ്ടപ്പെടുമായിരുന്നു. ഞങ്ങൾ ലുലുമളിലൊക്കെ കയറി വലിയ വേറെ ഓരോ ഷോപ്പൊക്കെ ഇല്ലേ, ബ്രാൻഡഡ് ഓരോ ഷോപ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കും കേട്ടോ. എന്നിട്ട് കയറുമ്പോഴേ എന്നോട് ആൻസി പറയുന്ന കാര്യമാണ്, ഞാൻ നിന്നെ ഇതെടുക്കാൻ നിർബന്ധിക്കും, നീ വേണ്ടെന്ന് പറയണം. എന്നിട്ട് എന്നോട് ഇത് വേണോ മായ, വേണ്ട, മേടിക്കുമായവി. ഞാൻ പറയാം വേണ്ട, ഞാൻ പൈസ കൊടുക്കുക. അപ്പം ഞാൻ പറയാം വേണ്ട. എന്നിട്ട് പുറത്ത് വന്നിട്ട് ചിരിയാ, എന്നിട്ട് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ബാങ്ക് ബാലൻസ് അടിച്ച് ചിലപ്പോൾ 200, അവൾ എനിക്ക് 300. അപ്പോൾ നമുക്ക് അടുത്ത കട ഇതൊരു ചുമ്മാ രസമായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ നല്ല രസമാണ്. ചുമ്മാ നമ്മൾ ഈ റോഡ് സൈഡിൽ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നടന്നു. പക്ഷേ അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നന്നാവാൻ വേണ്ടി, ഞാൻ വിചാരിക്കുന്നത് അവൾ നന്നാവും. ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇവളെന്നെ വിളിക്കും. പുള്ളിക്കാരെ പറ്റി പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ട ആളാണല്ലോ. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ചോദിക്കും, എടീ നിൻ്റെ കയ്യിൽ പേന വല്ലതും ഇരിപ്പുണ്ടോ? ഞാൻ പറയില്ല. നിൻ്റെ കയ്യിൽ പേപ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നീ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാമല്ലോ, അപ്പം നീ രക്ഷപ്പെട്ടിട്ടില്ല, കട്ട് ചെയ്യും. അങ്ങനെ അപ്പം ഞങ്ങൾ ആളുകൾ രക്ഷപ്പെട്ടാൽ മറ്റേ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കും. എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളതാണ് മിഡിൽ ക്ലാസിന്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്തെങ്കിലും രക്ഷപ്പെടുന്നു. എനിക്ക് മിഡിൽ ക്ലാസിന്റെ കഥകൾ ഭയങ്കര ശോകമാണ്. മാനേജർ പുറകെ ഇരുന്ന് കരയുന്നു, മായച്ചേട്ട ഉറങ്ങുന്നു, ജോബ് അടിച്ചിട്ട് വീട്ടിൽ ചെന്നാലും ലോൺ, ഇവിടെ വന്നിരുന്നു ലോണ്. പിന്നെന്താണ് എനിക്ക് സമാധാനം. എനിക്ക് ആൾക്കാർ കാണുന്നവർ അവരുടെ മിഡിൽ ക്ലാസ് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങൾ ഷെയർ ചെയ്തിട്ട് വിഷമങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞ ഫണ്ണി സാധനങ്ങൾ ഇവർക്കുണ്ട്. മിഡിൽ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് തമാശ, സത്യത്തിൽ തമാശയാണിത്. അതായത് എന്തെങ്കിലും ആവശ്യം വരുന്ന കഴിഞ്ഞാൽ ചില സാധനങ്ങൾ കളയാതെ വീട്ടിലെ സ്പേസ് കൂട്ടാന്ന് പറയുന്നത് അത്യധികം തമാശയാണ്. അങ്ങനെ അവരെ കണ്ടിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പർ ക്ലാസ് ആയ ദീപക്കിന് ഇത് കേട്ട് എന്ത് തോന്നുന്നു? എനിക്ക് മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പൈസ ഇല്ലാതെ, അതായത് നമ്മളിത് ഓൾറെഡി ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അറിയാം ഇത് ഏത് ഡെപ്ത് വരെ പോകല്ല, നമ്മളിതിൻ്റെ ഡാർക്ക് സ്റ്റേജസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പറഞ്ഞ പോലെ ബാലൻസ് ഔട്ടായപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് എൻ്റെ നമ്മൾ തകർന്നു പോവില്ല. അതായത് നമ്മളിത് ശീലിച്ച് വന്ന സാധനം ഇതാണ്. അതുകൊണ്ട് നമുക്ക് പൈസ ഇല്ലാതാവുന്നതുകൊണ്ടുള്ളൊരു പേടി സാധനം അതെനിക്ക് തോന്നുന്നു അപ്പർ ക്ലാസ്സുകാരായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമുക്കിത്ര പെട്ടെന്നൊരു ഇടിവ് വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുമോ എന്നുള്ള സാധനം അല്ലെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? സത്യം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം തന്നെയാണ് അവിടെ വർക്കാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വില ഇടിവൊന്നുമില്ല, പണ്ട് തൊട്ട് ഒറ്റ വില. അതിനുവേണ്ടി പണിക്കിൻ്റെ പട്ടി പോകുന്നു. നമ്മൾ ഈ മിഡിൽ ക്ലാസ് ആൾക്കാർ ഇതിലേക്ക് താഴ്ന്നാലും പേടിയില്ല. അതായത് ഇപ്പം നിൽക്കുന്നതിന് താഴ്ന്നാലും അവർക്ക് ടെൻഷനില്ല, മുകളിലേക്ക് പോയാലും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അവർ ഒരു ലിമിറ്റിലാണ് ഇതൊക്കെ പോകുന്നത് തന്നെ.
ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വരുമാനം അതിന് മാത്രം വരുന്നില്ല, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടി മുട്ടിച്ചാ പോകുന്നത്. 20,000 രൂപയൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു മന്ത്ലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിലവാക്കിയത് അവിടെ കൊടുത്ത് EMI കൊടുത്ത് ചിലപ്പോൾ 40 എന്നൊക്കെ കാണാം മേടിച്ച്. ഇതെങ്ങനെ ഇങ്ങനെ പോകുന്നത് നമുക്കറിയില്ല. ഒപ്പിച്ചു പോകും. എൻ്റെ മറ്റേ എൻ്റെ എല്ലാ മാസത്തെ ട്രാൻസാക്ഷൻ എനിക്ക് 50-60 ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. 50-60 ഉള്ളൂ ബാലൻസ്. 50 രൂപ 60 രൂപ. പക്ഷേ 50,000 ട്രാൻസാക്ഷൻ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ EMI ഇതുണ്ട്. ചിലരുണ്ട് ഇപ്പം ദീപകിനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ അച്ഛൻ ചോദിക്കും ആരാണ് നമ്മളെ ഡോക്ടർ. എന്നിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഒരു ഇത് ഷോപ്പുണ്ടെന്ന് പറയണത് കേട്ടുമല്ലോ. മോള് പോയൊരു സമാധാനം അച്ഛൻ അങ്ങനെ രീതിക്കാവും. സ്വന്തമായിട്ട് പെൺകുട്ടികൾ അച്ഛനൊക്കെ ഇങ്ങനെ പറയും, സ്വന്തമായിട്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം, അതുകൊണ്ട് ആധാർ കൊടുത്തിട്ട് ഇസാപ്പ് എടുക്കണം. ഇത്രയേ ഉള്ളൂ. അല്ലാതെ മുകളിലേക്ക് പഠിപ്പിക്കാന്നൊരു സംഭവമൊന്നുമില്ല. ഞാനൊക്കെ +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ എനിക്ക് സാലറി കിട്ടി തുടങ്ങി. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സാലറി കിട്ടി തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവമില്ല. അല്ല നമ്മളിങ്ങനെ പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച് പോയി അവരെ നോക്കാൻ നടക്കൂല. അതെനിക്കറിയാൻ നടക്കൂല. ഇപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഭയങ്കര കാശുള്ള ഫ്രണ്ട്സ്. അവർക്ക് ആക്ച്വലി ഒട്ടും ഇമോഷണൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തത് അവർ വളരുമ്പോൾ അവരോട് നോ പറഞ്ഞിട്ടില്ല അവരുടെ പേരൻസ്. അവർക്ക് എന്താണോ എന്ന് വെച്ചാൽ നടത്തിക്കൊടുത്ത് എന്നിട്ട് പക്ഷെ ലോകം അത്രയും ഫെയർ അല്ലല്ലോ അവർക്ക് കിട്ടേണ്ട. അവർക്കിപ്പം അതാണല്ലോ ഇപ്പം ചിലരൊക്കെ ഫസ്റ്റ് ലവ് തകർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആകെ തകർന്നു വന്നത് അവർ കൊച്ചിലെ മൈക്രോ തകർച്ചകൾ കണ്ടിട്ടില്ല. അവർ പെട്ടെന്ന് വന്ന് ഇത്ര സേഫായി വളർന്നു വരുമ്പം പെട്ടെന്ന് ഫസ്റ്റ് ലവ് നോ പറഞ്ഞു, തീർന്നു ജീവിതം. എനിക്ക് തോന്നുന്നു ആ ഒരു മിഡിൽ ക്ലാസ്സിൽ വളരുന്നതുകൊണ്ടൊരു ഇമോഷണൽ റെസിലിയൻസ് ഉണ്ട് കൂടുതൽ നേരിട്ടുള്ളൂ. അതെ. എനിക്ക് മറ്റേ നീ മലയാളി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് മലയാളിയിൽ ഒബ്സർവേഷൻ ചെയ്തതിനകത്ത് ഒരു കുപ്പിയുടെ കഥ പറയുന്നത് അത് ശരിക്കും മിഡിൽ ക്ലാസ് ഒബ്സർവേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളി ഒരു കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ പെപ്സി എടുത്തു കഴിഞ്ഞാൽ പെപ്സി അല്ലേ കുടിച്ചു കഴിഞ്ഞാൽ അത് കുടിച്ചിട്ട് പിന്നെ അത് സ്കൂളിലല്ല ആദ്യം സ്കൂളിൽ വെള്ളം കൊണ്ടുപോകും, പിന്നെ അത് കഴിഞ്ഞ് അത് പൊടിയാറാകുമ്പോഴത്തേക്ക് അത് മുറിച്ചിട്ട് അതിനകത്ത് ചെടി നടും. അങ്ങനെ സാധനം മലയാളിയുടെയും മിഡിൽ ക്ലാസിന്റെയും ഒരു ജനറൽ ഒബ്സർവേഷനാണ്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ആണെന്നാണ്. ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്ന മുമ്പ് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഞാൻ മിഡിൽ ക്ലാസ് ആണ്. ഈ പോഡ്കാസ്റ്റ് ഒന്ന് സോപ്പ് കെട്ടണ കാര്യം പറയണം. അല്ല, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിലേ നമ്മൾ നേരത്തെ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലെങ്കിൽ പെട്ടെന്ന് കടയിൽ മേടിക്കും. ഇപ്പോൾ ഓൺലൈനിലുണ്ട്, കടയിൽ നിന്ന് മേടിക്കും. ഇത് നമ്മൾ അയലത്ത് വീട്ടിൽ ഇച്ചിരി തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. ഇച്ചിരി പഞ്ചസാര എടുക്കാണ്ടോ അങ്ങനെ പറയത്തില്ലേ? അങ്ങനെ ഉണ്ട്, ഇച്ചിരി ഉണ്ടോ മേടിക്കുമ്പോൾ തരാം, അല്ല അരി മേടിക്കാൻ. അങ്ങനെയൊക്കെ പോയവർക്ക്, അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പ്രേമം ഇതൊന്നും വലിയ കാര്യമില്ല. അവർക്കൊക്കെ അറിയാം നമ്മൾ പ്രണയം അയ്യോ അവരെന്നോട് നോ പറഞ്ഞത് അതാണ് ഞാൻ ഇനി ജീവിക്കത്തില്ലെന്ന്. ഇത് നമുക്കറിയാം. നമ്മളിത് പലയിടത്തും ചിലപ്പോൾ ഇന്നില്ല മോളെ നാളില്ല മറ്റേ ലോണുകാരെ എന്നൊക്കെ തെറി കേൾക്കുന്നതൊക്കെ ഇവൻ നോയൊക്കെ പറഞ്ഞ ഒന്നുമില്ല, ഇതൊക്കെ ഈ ആട്ടൊന്നും അല്ല, ഇതൊന്നും അല്ല. ഇത്തരം തെറി കേട്ടിട്ടല്ലേ കമന്റിൽ തെറിയെ കാണുമ്പോൾ നമുക്കിതൊരു പ്രശ്നമുള്ള കാര്യമില്ല ജീവിതത്തിൽ. അപ്പോൾ മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. മായാവി നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ ഗസ്റ്റ് ആണ് അല്ലേ? റിൻഷാദ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ശരിയാ. വിറ്റോക്സിന്റെ പ്രത്യേകതയാണ് മായാവിയാണ് നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ. നമുക്ക് എപ്പോഴും കമന്റ് വരുന്നതാണ് സ്ത്രീ സാന്നിധ്യം ഇല്ലെന്നുള്ളത്. അത് നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ്. വിറ്റോക്സ് സ്പോട്ടിഫൈയിലെത്തി, വിറ്റോക്സിൽ പെൺകുട്ടി എത്തി. ജോൺജോ തിരിച്ചു വരുമോന്ന് അറിഞ്ഞുകൂടാ. ഇനി മുന്നിലോട്ട് നിങ്ങൾ മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ 3 പേരും കഴിഞ്ഞ 4ാമത്തെ കസേരയിൽ ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികൾ മതി എന്നുള്ളത് കമന്റ് ചെയ്യണം. നമ്മൾ ജോൺജോയെ എപ്പോഴും ഒഴിവാക്കാം. ജോൺജോ മറ്റേ ഇതുകൊണ്ട് ദേഷ്യപ്പെട്ട് എഴുതി പ്ലേറ്റ്ലെറ്റ്. കുറച്ച് എപ്പിസോഡ്സിൽ ഗസ്റ്റുകളെ കൊണ്ടുവരാം. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ടുള്ള വിമൻ ഗസ്റ്റ് ആയിട്ടുള്ള മായാവിക്ക് ഞങ്ങളുടെ താങ്ക്സ്. മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യും, തീരത്തില്ല. അത് കമന്റിലും ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, സ്പോട്ടിഫൈ കേൾക്കുന്നത് സ്പോട്ടിഫൈയിൽ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുക. യൂട്യൂബ് വിറ്റ് ക്രൂ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് അസ്. അടുത്ത എപ്പിസോഡ് നമുക്ക് ടാക്സി വിളിക്കാൻ കാശില്ല, നടന്ന് കടന്ന് മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടാം. ബൈ ബൈ.